بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فهل عسيتم إن توليتم أن تفسدوا في الأرض وتقطعوا أرحامكم أولئك الذين لعنهم الله فأصمهم وأعمى أبصارهم صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. واصل الرحم يوسع له في رزقه ويمد له في أجله صدق شفيعنا رسول الله صلى الله عليه وسلم. സർവാദരണീയരായ ബഹുമാന്യനായ മുദർരിസ് ജംഷീദ് സഖാഫി ഉസ്താദ്, മഹലിൻ്റെ ആദരണീയരായ നേതൃത്വം, മറ്റു ഉസ്താദുമാരെ, മുത്തഅല്ലിംകളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പ്രദേശത്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചൈതന്യമായ ദർസ് തനിമയാർന്ന ശൈലിയിൽ സ്തുത്യർഹമായ സേവനങ്ങളോടുകൂടെ നടന്നു വരുന്നു എന്നത് നമ്മുടെ ഈ നാട്ടുകാർക്ക് ദീനിനോടുള്ള വലിയ ബന്ധവും സ്നേഹവും വിളിച്ചറിയിക്കുന്ന മുഖ്യ വിഷയമാണ്. നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ പുരാതനമായി ദർസ് നിന്നിരുന്ന പല സ്ഥലങ്ങളിലും ദർസുകൾ അസ്തമിച്ച് വരുമാനം ബാക്കിയായി ഉപയോഗം നടക്കാതെ കെട്ടിക്കിടക്കുന്ന പലയിടങ്ങളും ഉണ്ട്. ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഇടപെടലുകൾ വന്നാൽ ആ വരുമാനങ്ങളും വഖഫിലേക്കോ മറ്റോ നീങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു കിട്ടാൻ പ്രയാസപ്പെടുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് വരുമാനങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധ ദീന് നിലനിർത്തുന്നതിന് ഏറ്റവും മുഖ്യ ഘടകമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദർസ് സംവിധാനം നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ഏറെ ശ്ലാഘനീയമായ കാര്യമാണ്. പരിമിതമായ ഈ സമയത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൻ്റെ ചുരുക്കം ചില ഭാഗങ്ങൾ മാത്രം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി നൽകിയ ഒരു സൗന്ദര്യമാണ് ബന്ധം എന്ന് പറയുന്നത്. അത് മനുഷ്യന് അല്ലാഹു നൽകിയ ഒരു പ്രത്യേകതയാണ്. മനുഷ്യരെക്കാളും അധികം ജീവജാലങ്ങൾ ലോകത്തുണ്ട്. പക്ഷെ അതിനൊന്നും മനുഷ്യൻ കാത്തു സൂക്ഷിക്കുന്നത് പോലെ
സുദൃഢമായ ബന്ധങ്ങളുടെ കാത്തു സൂക്ഷിപ്പ് കാണാൻ കഴിയില്ല. നാം എപ്പോഴും കാണുന്ന ജീവികളുടെ കൂട്ടത്തിൽ നായ, പന്നി, അതുപോലെ തന്നെ കോഴി, പൂച്ച, കുറഞ്ഞ കാലമേ അവയുടെ ബന്ധങ്ങളും ബഹുമാനങ്ങളൊക്കെ നിലനിൽക്കുകയുള്ളൂ. പിന്നീട് ഒരുപക്ഷെ തള്ളയേക്കാളും വലുപ്പത്തിൽ പ്രവർത്തിക്കുന്നത് മക്കളായിരിക്കും. തള്ളക്കോഴി ഒരു ഭാഗത്ത് വിശ്രമിക്കാന്നല്ലാതെ കാര്യമായിട്ടതിൻ്റെ ഉത്തരവുകളൊന്നും നടക്കില്ല. പ്രായം കൂടുന്തോറും ബഹുമാനങ്ങൾ കുറഞ്ഞു വരികയാണ് മറ്റു ജീവജാലങ്ങളിൽ. മനുഷ്യർ അങ്ങനെയല്ല. മനുഷ്യരെ അല്ലാഹു തആല സംവിധാനിച്ചത് വിവിധ തലങ്ങളിലെ ബന്ധങ്ങളുടെ കാത്തുസൂക്ഷിപ്പിൻ്റെ ആളായിട്ടാണ്. ഏതെല്ലാം ഭാഗങ്ങളിലെ ബന്ധങ്ങൾ മനുഷ്യൻ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ അത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിലേക്കുള്ള വലിയ കാരണമാണ്. പരിശുദ്ധ ഖുർആൻ ബന്ധങ്ങളെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞപ്പോൾ എണ്ണി അല്ലാഹു തആല പറഞ്ഞു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനൻ വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീനി വൽ ജാരി ദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബി വസ്വാഹിബി ബിൽ ജംബി വബിനിസ് സബീൽ വമാ മലക്കത്ത് അയ്മാനുക്കും. 11 ബന്ധങ്ങളാണ് അതിൽ പ്രധാനമായും എണ്ണി പറഞ്ഞത്. അള്ളാഹുവിന് ശിർക്ക് വെക്കാതെ ആരാധിക്കുന്നതോടൊപ്പം മുഖ്യമായി എണ്ണിപ്പറഞ്ഞു മാതാപിതാക്കൾക്കുള്ള സേവനം. അതൊരു പ്രധാനപ്പെട്ട ബന്ധമാണ്. മാതാപിതാക്കളോടുള്ള ബന്ധം മരിച്ചു കഴിഞ്ഞാലും ഒഴിവാക്കാൻ കഴിയാത്ത ബന്ധമാണ്. ചില ബന്ധങ്ങളൊക്കെ മരണത്തോട് അസ്തമിക്കും. പക്ഷെ ബാപ്പാന്റെയും ഉമ്മാന്റെയും ബന്ധം മരണത്തോട് അസ്തമിക്കുകയില്ല. മരിച്ചു കഴിഞ്ഞാലും മാതാപിതാക്കളോട് കടപ്പാടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയി, ഞാൻ ഇനി അവർക്ക് വല്ലതും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, ഉണ്ട്, 5 കടപ്പാടുണ്ട്. ഒന്ന്, അദ്ദുആഉ ലഹുമാ, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അത് നിന്റെ ജീവിതാന്ത്യം വരെ നിലനിൽക്കേണ്ട ഒരു ഹക്കാണ്. പ്രാർത്ഥിക്കേണ്ട വചനം എങ്ങനെയാണെന്ന് അള്ളാഹു പഠിപ്പിച്ചു, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അതിനോളം ശ്രേഷ്ഠതയുള്ളൊരു പ്രാർത്ഥന ലോകത്ത് വേറെയില്ല. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്, ഉൾപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല ആ ബാപ്പക്കും ഉമ്മക്കും കൊടുക്കേണ്ടതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ശൈലിയും രൂപവും ഭാവവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ആ പ്രാർത്ഥനയിൽ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഒരാളെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹവും അലിവും സമ്പർക്കവും രൂപപ്പെടുത്തുന്ന കാലത്തെ ചൂണ്ടിക്കാട്ടിയാണ് ബാപ്പക്കും ഉമ്മക്കും റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രായാധിക്യമല്ല പറയുന്നത്, കമാ റബ്ബയാനി സഗീറ. ശൈശവകാലത്ത് എനിക്കവർ നൽകിയ സംരക്ഷണം അതുല്യമാണ്. ബാപ്പയും ഉമ്മയും നമുക്ക് കുട്ടിക്കാലത്ത് നൽകിയ സേവനത്തിന് ഒന്നും പകരം കൊടുക്കാൻ കഴിയില്ല. എന്ത് പകരം കൊടുക്കാനാണ്? ഒന്നും പകരം കൊടുക്കാൻ കഴിയില്ല. അതിൽ ഉമ്മയുടെ സേവനം മാത്രം ഖുർആൻ എണ്ണി പറഞ്ഞല്ലോ, 30 മാസം. 1, 2 അല്ല, 30 മാസം. അങ്ങനെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, സലാസൂന ശഹ്റൻ, 30 മാസം കഷ്ടപ്പാട് സഹിക്കുന്നു നിന്റെ ഉമ്മ. ഹമലത്തുഹു ഉമ്മുഹു കുർഹൻ വവളഅതുഹു കുർഹൻ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ. ഗർഭധാരണവും ശൈശവ ശിക്ഷണവും 30 മാസമാണ് മൊത്തം. ഈ 30 മാസത്തിന് പകരം കൊടുക്കാൻ, അതിൻ്റെ 1 സെക്കൻഡിന് പകരം കൊടുക്കാൻ
ഒരായുഷ്കാലം മുഴുവനുമുള്ള സേവനം മതിയാകില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ജീവിതം മൊത്തം ഒരാൾ ബാപ്പക്കും ഉമ്മക്കും സമർപ്പിച്ചാലും നൊമ്പര വേദനയുടെ ഒരു സെക്കൻഡിന് സമാനമാകൂല. നമ്മുടെ ജീവിതം മൊത്തം, സമ്പത്ത്, ആരോഗ്യം, സമയം മൊത്തം ചെലവഴിച്ചു എന്ന് കൂട്ടിക്കോളൂ, ഒരു സമർപ്പണം എന്ന രീതിയിൽ അവര് സഹിച്ച നൊമ്പര വേദനയുടെ ഒരു സെക്കൻഡിനോട് അത് സമാനമാകൂല. അപ്പൊ എത്ര അമൂല്യമാണ് ആ ശൈശവഘട്ടത്തിലെ ശിക്ഷണം. അതാണ് അല്ലാഹു തആലയോട് റഹ്മത്തിന് വേണ്ടി ദ്വാരക്കുന്ന ആള് പറയുന്നത്, കമാ റബ്ബയാനി സ്വഗീറ. ഇമാമിങ്ങൾ ഏറെ വിശദീകരിച്ചൊരു വാക്കാണത്, കമാ റബ്ബയാനി സ്വഗീറ. പടച്ചോനെ, ബാപ്പയും ഉമ്മയും ശൈശവ ദശയിൽ എന്നെ അവർ സംരക്ഷിച്ച് പോറ്റി വളർത്തിയത് അതുല്യമാണ്. എത്ര കൊടുത്താലും മതിയാകൂല. എത്ര സ്നേഹവാക്കുകൾ പറഞ്ഞാലും, സ്നേഹവായ്പകൾ കൊടുത്താലും ഞാൻ എൻ്റെ ഉമ്മക്ക് പകരം കൊടുത്തു എന്നൊരാൾക്ക് പറയാൻ കഴിയില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട് ഒരു താബിഈയായ മഹാൻ വന്ന് ചോദിച്ചു, എൻ്റെ ഉമ്മക്ക് കാലും കയ്യും തളർന്ന് കിടപ്പിലായപ്പോ ആ ഉമ്മാനെ തോളിലേറ്റിയിട്ട് ഞാൻ ഹജ്ജിന് പോയി. തോളിലേറ്റിയിട്ട് ഞാൻ വാഹനം എന്നർത്ഥം, ഹജ്ജിന് പോയി. ഞാൻ ഉമ്മാന്റെ എല്ലാ കർമ്മങ്ങളും ഞാൻ വാഹനമായി, ഉമ്മാക്കൊരു വാഹനമായി നിന്നുകൊടുത്ത് ഞാനത് സമർപ്പിച്ചു, ചെയ്തു. തവാഫ്, വിവിധ സ്ഥലങ്ങളിലുള്ള മബീത്ത്, രാപ്പാർക്കൽ, വിവിധ കുന്നും മലകളുമൊക്കെ താണ്ടിക്കേറിയത് എല്ലാം നിർവഹിച്ചത് എൻ്റെ ഉമ്മാക്ക് ഞാൻ വാഹനമായിട്ടാണ്. ഉമ്മയോടുള്ള കടപ്പാടുകൾ ഈ ഒരു ഭാരിച്ച സേവനം നിർവഹിച്ച ഞാൻ പൂർത്തീകരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയുടെ മറുപടി, ഇല്ല. നിങ്ങളാ ചെയ്ത ആ സേവനം മുഴുവനും അതുല്യമായ സേവനമാണ്. പലർക്കും അസാധ്യമാണത്. ഇത്രയും ദിവസം വാഹനമായി നിന്നു കൊടുക്കണ്ടേ ശരീരം? രാവും പകലും നിങ്ങൾ നിങ്ങളെ ഉമ്മക്ക് വാഹനമാണ്. പക്ഷേ അവരനുഭവിച്ച നൊമ്പര വേദനയുടെ ഒന്നിനോട് ആ മണിക്കൂറുകൾ മൊത്തം സമമാവുകയില്ല. ഒന്നിനോട് സമാനമാകണ്ടേ നിങ്ങൾ ഈ ദിവസം മുഴുവനും വാഹനമായി നിന്നത്? ആകൂല. നമ്മൾ എത്ര കൊടുത്താൽ ആ ബാപ്പക്ക് ഉമ്മക്ക് നമ്മുടെ സേവനം റെഡിയായി എന്ന് പറയാ കഴിയൂല. അതിന് ജീവിതകാലം മുഴുക്കയും നമ്മുടെ പെരടിയിൽ ബാധ്യതയായി നിൽക്കുന്ന ഒരു ഹക്ക് മാതാപിതാക്കളോടുള്ള ഇഹ്സാനാണ്. അതേറ്റവും നല്ല അർത്ഥത്തിൽ നിർവഹിക്കാൻ കഴിയുന്ന ആളുകൾ ബന്ധങ്ങളിലെ ഏറ്റവും മികച്ച ബന്ധങ്ങൾ പുലർത്തുന്ന മഹാഭാഗ്യവാന്മാരാണ്. അവർക്ക് അല്ലാഹു നൽകുന്ന ഭാഗ്യം ആഖിറത്തിലെ ദറജയല്ല, ദുനിയാവിലെ സ്ഥാനവുമാണ്. ദുനിയാവിലെ വികസനം ഉദ്ദേശിക്കുന്ന ആള്, അയാളെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ബന്ധം ബാപ്പയോട് ഉമ്മയോട് കാര്യക്ഷമമാക്കിയാകണം. ഉപ്പയോടും ഉമ്മയോടും കാര്യക്ഷമമായ ബന്ധമില്ലെങ്കിൽ ബാക്കിയുള്ള ബന്ധങ്ങൾക്കൊക്കെ പരിധിയും പരിമിതിയുണ്ട്. കിട്ടുന്നിടത്തും അളവ് കുറയും. ഉപ്പയോടും ഉമ്മയോടും സ്നേഹബന്ധം ശരിയായ രൂപത്തിലാണോ, ബഹുമാന ബന്ധം ശരിയായ രൂപത്തിലാണോ എന്ന അല്ലാഹു തആല തരാൻ കണക്കാക്കുന്നതിന്റെ അളവ് അത് നിശ്ചയിക്കാനോ തടയാനോ ഒരാൾക്കും കഴിയില്ല. അത്രയും തരും. എത്ര നിങ്ങൾക്ക് ആയുസ് വേണ്ടത്? പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ അതാണ്. ബാപ്പയെ ഉമ്മയെ പരിചരിക്കുക, സ്നേഹിക്കുക, സഹായിക്കുക, സഹകരിക്കുക, അവർക്ക് സർവന്റായി നിന്നു കൊടുക്കുക. അതിന് കഴിയണം. അതിനാ ജീവിതത്തിൽ കഴിയേണ്ടത്. അവിടെ എല്ലാവരും സമാണ്. ആ വിഷയത്തിൽ എല്ലാവരും തുല്യരാണ്. സേവനം ചെയ്തു കൊടുത്തിട്ട് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും മഹത്വമുള്ള സംഭാവനകൾ വാങ്ങിയവരാണ് മഹാരഥന്മാരായ നമ്മുടെ ഇമാമുകൾ മുഴുവനും. ഉപ്പയുടെ ഉമ്മയുടെ വസിയ്യത്ത്. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ മഹാനവർകളൊക്കെ ഏറ്റവും വലിയ പേടി മക്കയിലേക്ക് വരുന്ന വിഷയമായിരുന്നു. ഉമ്മയുടെ നാട് മക്കയാണ്. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ഉമ്മ അന്തി ഉറങ്ങുന്നത് മക്കയിലാണ്. ഉമ്മയെ കാണാൻ മിസ്റിൽ നിന്ന് വരുമ്പോ ഉമ്മ പറഞ്ഞൊരു വസിയ്യത്തുണ്ട്, അത് തെറ്റിപ്പോകുമോ എന്നുള്ള പേടിയാണ്.
എന്താ ഉമ്മ പറഞ്ഞ വസിയത്ത് എന്നറിയാം? എന്നെ കാണാൻ വേണ്ടി എന്റെ ഖബറിന്റെ അടുത്തേക്ക് വരുമ്പോ, അങ്ങനെയാണല്ലോ കാണാൻ വേണ്ടി വരല്, സിയാറത്തിന് വരുമ്പോ, ഈ മക്കയിലേക്ക് വരുമ്പോ, മോനെ നിന്റെ കയ്യിൽ ഒരൊറ്റ ദിർഹം പോലും ഉണ്ടാകാൻ പാടില്ല. ഉമ്മ പഠിപ്പിച്ച ജൂദ് ധർമാണത്. ഉപ്പയില്ലാതെ പോറ്റി വളർത്തിയ ആ മകനോട് ഉമ്മ നൽകിയ വസിയത്താണത്. ഹജ്ജിന് വന്ന ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ബേജാർ ശിഷ്യന്മാര് പറയുന്നുണ്ട്, ബാബു മക്കയുടെ ഇപ്പുറത്ത് ടെന്റ് കെട്ടിയിട്ട് കയ്യിലുള്ള സ്വതക്കകൾ, സംഭാവനകളൊക്കെ ഫക്കീർ മിസ്കീന്മാർക്ക് വീതിച്ചു കൊടുത്തിട്ട് പോകുന്ന നേരത്ത് എവിടെങ്കിലും ദിർഹം കുടുങ്ങിയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഇരുന്ന വിരിപ്പൊക്കെ കുടഞ്ഞ് പരിശോധിച്ച് ശരിയായി, ഇല്ല, ഞാൻ ഉമ്മാന്റെ വസിയ്യത്ത് അക്ഷരം പ്രതി പാലിച്ചാണ് മക്കയിലേക്ക് പോകുന്നത് എന്ന് തീർപ്പാക്കിയാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പോയത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം കൊണ്ട് ആ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച ദീനിന്റെ ഖാദിമായി വളരാനുള്ള കാരണം ഉമ്മയുടെ വസിയ്യത്ത് നെഞ്ചേറ്റ് ജീവിച്ചത് കൊണ്ടായിരുന്നു. അന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ദാഹിക്കും പോലെ ദാഹിക്കുന്ന ഒരു ആലിമ് ലോകത്തെവിടെയുമില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മുറ്റത്തേക്ക് വരുന്ന വാഹനങ്ങളുടെ കണക്ക് കണ്ട് കോടീശ്വരന്മാര് പോലും അമ്പരന്ന് പോയിട്ടുണ്ട്. പഠിതാക്കളുടെ എണ്ണത്തിന്റെ വർധനവ്, ദൈനംദിന ജീവിതത്തിൽ ആ മഹാനുഭാവന്റെ സവിധത്തിലേക്കുള്ള കുത്തൊഴുക്ക് കണ്ടിട്ട്, അതുകൊണ്ടാണ് അന്നത്തെ കാലത്തെ ചില പണ്ഡിതന്മാർക്ക് അസൂയ മൂത്തത്. ശിഷ്യഗണങ്ങളുടെ വർധനവ് കണ്ടിട്ട് അസൂയ മൂത്തിട്ട് ഒന്ന് രണ്ടാളുകൾ ദുആ ചെയ്യുക പോലും ചെയ്തു, ഷാഫി ഇമാം തങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കണം, അല്ലെങ്കിൽ മാലിക് ഇമാമിന്റെ ഇൽമൊക്കെ പോയി പോകും. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ 16 കൊല്ലത്തെ ശിഷ്യനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. പിന്നെ എങ്ങനെ ഇൽമു പോയി പോകാനാ? പക്ഷെ ഹസദ് മൂത്ത ദുആ വരില്ല. അങ്ങനെ ആളെ പെട്ടെന്ന് മരിപ്പിക്കണം, അല്ലെങ്കിൽ നാടിന് കേടാണ്. നന്മ വർദ്ധിക്കുമ്പോഴാണ് അങ്ങനെ ദുആ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവോട് ശിഷ്യന്മാര് പോയിട്ട് പറഞ്ഞു, ഇങ്ങനൊക്കെ ദ്വാർക്കുന്നുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചു, മറുപടി അതാ. എന്നിട്ട് പറഞ്ഞു, തമന്നാ ഉനാസുൻ അൻ അമൂത വ ഇൻ അമുത് ഫതിൽക സബീലുൻ ലസ്തു ഫീഹാ ബിഔഹദി. കുറെ ആൾക്കാർക്ക് ഞാൻ മരിക്കണം എന്ന് വലിയ പൂതിയുണ്ട്, പക്ഷെ ആ പൂതിയൊക്കെ നല്ല തന്നെയാണ്. മരണം എനിക്ക് മാത്രമുള്ളതാണെങ്കിൽ നല്ല ആഗ്രഹമായിരുന്നു. എനിക്ക് മാത്രമുള്ളതല്ലല്ലോ മരണം, അവരും മരിക്കുമല്ലോ. പിന്നെ ആഗ്രഹത്തിന് വലിയ വിലയില്ലല്ലോ. എനിക്ക് മാത്രമുള്ള ഒരു സംഗതിയാണെങ്കിൽ അവർ ആഗ്രഹത്തിന് എത്ര വലിയ വില ഉണ്ടായിരുന്നു, അവരും മരിക്കുമല്ലോ. ഞാൻ മാത്രമല്ലല്ലോ മരിക്കുക. അതുകൊണ്ട് ആ ആഗ്രഹം ചെറിയ ആഗ്രഹമാണ്, വലിയ ആഗ്രഹമല്ല. എല്ലാരും മരിക്കൂലേ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഇങ്ങനെ ആളുകളുടെ ഈ കുത്തൊഴുക്ക് കണ്ടിട്ട്, ജനങ്ങളെ ഇൽമു പഠിക്കാൻ വേണ്ടി വിവിധ നാടുകളിൽ നിന്ന് അതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങുന്നത് കണ്ടിട്ട് അന്നത്തെ കാലത്തെ പണ്ഡിതന്മാര് പറഞ്ഞിരുന്നു, നാടായ നാട് മുഴുവനും മിസ്റിലേക്ക് ഒഴുകാണ്, മിസ്റിലേക്ക് ഒഴുകാണ്. എന്താ മിസ്റിലേക്ക് ഒഴുകാൻ കാരണം? ഇൽമു സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ഇൽമു സ്വീകരിക്കാൻ ആളുകൾ പർവ്വതീകരിച്ചുണ്ടാകാനുള്ള കാരണം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുയുടെ ഉമ്മയുടെ വസിയ്യത്തിന്റെ പാലനം, ബന്ധം അതത്രയും വലുതായിരുന്നു. ഒരു പ്രാവശ്യം 2 പ്രാവശ്യമല്ല മക്കയിലേക്ക് വന്നത്, വിവിധ ഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. ചിലപ്പോ പണ്ട് കാലത്ത് പഠിപ്പിച്ച ഉസ്താദുമാരെ കാണാൻ വന്നിട്ടുണ്ട്. കുടുംബാംഗങ്ങള്, അമ്മാവന്മാരും മറ്റൊക്കെ മക്കയിലാണ്, അവരെ കാണാൻ വന്നിട്ടുണ്ട് മിസ്റിൽ നിന്ന്. ചിലപ്പോഴൊക്കെ ഉംറ ഉദ്ദേശിച്ചും വന്നിട്ടുണ്ട്. ആ വരവിലൊക്കെ ഏറ്റവും പേടിച്ച സമയം മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ദിർഹമും കയ്യിലുണ്ടാകാൻ പാടില്ല, ഉമ്മാന്റെ വസിയ്യത്താണ്. ഞാനിത് ഉദാഹരണമായി പറഞ്ഞത്, ഉയർച്ച ഉദ്ദേശിക്കുന്ന ആളുകൾ ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും അതിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റ് മാതാപിതാക്കളുടെ പൊരുത്തമാണ്. മനസ്സറിഞ്ഞുള്ളവരെ പൊരുത്തണ്ടോ ഏത് മേഖലയിലേക്കും ഉയരാൻ കഴിയും. പക്ഷെ അതിന് നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തണം. ആ ഒരു ബന്ധത്തിന് കേടുവരാൻ പാടില്ല, വിള്ളൽ വരാൻ പാടില്ല. സ്വന്തം കാര്യം എന്നൊരു ചിന്ത ഉമ്മ ഉണ്ടാകുമ്പോ നമ്മൾ കുറക്കണം. അവർക്ക് വേണ്ടി എന്നുള്ള ചിന്തയാകണം വലുത്. എത്ര നമ്മളെ കയ്യിൽ നിന്ന് ചെലവ് വന്നാലും കണക്ക് പറയാതെ ചെലവഴിക്കണം. കണക്ക് പറയാൻ പാടില്ല.
ഒരാൾ ചെലവഴിച്ച കണക്ക് ജ്യേഷ്ഠനോടോ അഞ്ചനോടോ ആരോടും പറയണ്ട. അയാൾ ചെലവഴിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ചെലവഴിക്കുന്നതിന്റെ ഇരട്ടിയും ഡബിളും ത്രിബിളും എത്രയും അള്ളാഹു തആല തരും. അങ്ങനെ കൊടുത്ത അനുഭവങ്ങൾ ധാരാളമുണ്ട്. അനുഭവം ഉണ്ടെങ്കിലേ നമ്മൾ അങ്ങനെ കൊടുക്കൂ എന്ന് ചിന്തിക്കരുത്. നമ്മളെ ഹഖീഖത്തൻ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യണം. മക്കൾ നന്നായി കിട്ടാനല്ലേ എല്ലാവരും ആഗ്രഹം, പ്രാർത്ഥന. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മാതാപിതാക്കളുടെ സേവനം നന്നാക്കുക എന്നുള്ളതാണ്. ബിർറു ആബാഅക്കും തബിർറുക്കും അബ്നാഉക്കും. നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് ഗുണം ചെയ്യണോ, നിങ്ങളെ വാപ്പക്കും ഉമ്മക്കും നിങ്ങൾ ഗുണം ചെയ്യണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാണ് അതിന്റെ വിഷയം. നമ്മൾ ദ്വാരക്കും, നല്ലോണം ദ്വാരക്കും, ശരിയാ, നല്ലോണം ദ്വാരക്കും. നമ്മൾ ദ്വായന് കുറവൊന്നും ഉണ്ടാകൂല, സംഭാവനക്കും കുറവുണ്ടാകൂല. പക്ഷെ അതിന്റെ പ്രാവർത്തിക വശം കുറയരുത്. നമ്മളെ ബാപ്പയോടും ഉമ്മയോടും നമ്മൾ എങ്ങനെയാണോ സേവനവും സ്നേഹവും പരിചരണവും ബഹുമാനവും ഒക്കെ, നമ്മളെ മക്കളിലും അങ്ങനെയാണ്. മുമ്പുകാലത്ത് ഉസ്താദുമാർ ഉദാഹരണം പറയലുണ്ട്. ബാപ്പാന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് മക്കള് ബാപ്പാനെ അടിച്ച് തള്ളിടാൻ പാടില്ല, പക്ഷെ സഹിക്കാൻ കഴിയാത്തോണ്ട് മക്കൾ അടിച്ചു ബാപ്പാനെ. അടിക്കാന്ന് പറഞ്ഞാൽ തന്നെ എത്ര വലിയ പാതകമാണ്. അടിച്ച് തള്ളിയിട്ട് ഈ ബാപ്പാനെ 4 മക്കളും കൂടി ഇങ്ങനെ വലിക്കുകയാണ്. നിലത്തുകൂടെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോ കുറച്ചങ്ങോട്ട് എത്തിയപ്പോ ബാപ്പ പറഞ്ഞു, 2 കൈകൊണ്ടും കാണിച്ച് മക്കളെ നിർത്തി എന്ന് പറഞ്ഞു. അപ്പൊ മക്കളെല്ലാവരും പറഞ്ഞു, ബാപ്പ എന്തോ പശ്ചാത്താപത്തിന്റെ മോഡലിൽ സംസാരിക്കുന്നുണ്ട്, ഇനി ബാപ്പ നന്നാകാൻ തീരുമാനിച്ചിട്ടുണ്ടാവും, നിർത്തി എന്ന് പറഞ്ഞു. വലി നിർത്തിയപ്പോ ബാപ്പ പറഞ്ഞു, നിങ്ങൾ എന്നെ വലിച്ച് വീട്ടിൽ നിന്ന് വലിച്ച് പുറത്തെത്തിച്ചു, പുറത്തുനിന്ന് മുറ്റത്തുകൂടെ ഇങ്ങനെ വലിച്ചു, ഇപ്പൊ ആലന്റെ അടുത്തെത്താനായി, പശുവിനെ കെട്ടുന്ന ആലന്റെ അടുത്ത്. ഇത്ര നിങ്ങൾ വലിച്ചത് പാകത്തെ വലിയാണ്. ഞാൻ എൻ്റെ ബാപ്പാനെ ഇതുവരെ വലിച്ചിട്ടുള്ളൂ, ഇവിടുന്ന് അങ്ങോട്ട് വലിച്ചാൽ അത് ഓവറായി പോകും, അതുകൊണ്ട് മതി എന്ന് പറഞ്ഞാണ്. നന്നാകാൻ ഉദ്ദേശിച്ച് മതി എന്ന് പറഞ്ഞല്ല, അവനാന്റെ വാപ്പാനെ വലിച്ച വലിക്ക് പകരം കിട്ടിയപ്പോ ഇത്ര മതി എന്നുള്ളത്, എനിക്ക് കിട്ടേണ്ടത് കിട്ടി എന്നുള്ളത് അത് അനുഭവിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ ഒരു രംഗമുണ്ടോ? ഉണ്ട്. അതുള്ളവരേറ്റവും കാതലായിട്ട് മാതാപിതാക്കളാണ്. വാപ്പാന്റെ ഉമ്മാന്റെ വിളിക്ക് അത്രമാത്രം ഒരു പ്രത്യേകതല്ലേ. ഉസ്താദ് വിളിച്ചാൽ പോലും ഉത്തരം ചെയ്യേണ്ടതില്ലാത്ത അത്രയും കടമ്പിലല്ലേ വാപ്പാന്റെ ഉമ്മാന്റെയും വിളി സുന്നത്ത് നിസ്കാരത്തിൽ ഉത്തരം ചെയ്യേണ്ട വിളിയാക്കി വെച്ചത്. സുന്നത്ത് നിസ്കരിക്കുമ്പോ വാപ്പ വിളിക്കുന്നു അല്ലെങ്കിൽ ഉമ്മ വിളിക്കുന്നു, നിസ്കാരം പൂർത്തീകരിക്കണോ കൈയഴിച്ച് ഉത്തരം ചെയ്യണോ? കൈയഴിച്ച് ഉത്തരം ചെയ്യണം എന്നല്ലേ. അപ്പൊ എന്താണ് ആ വിളിന്റെ ഒരു മഹത്വം? അല്ല, ആ ഒരു വിളിക്ക് ഉത്തരം ചെയ്യാത്തത് കൊണ്ട് വലിയ ഒരു പണ്ഡിതനായ വലിയ കറാമത്തിന്റെ ഉടമയായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന് പോലും പരീക്ഷണം ഏറ്റു എന്നല്ലേ നമ്മൾ പഠിക്കുന്ന പാഠം. അയാൾ വലിയല്ലേ, വലിയൊക്കെ വലിയന്നെ, ബാപ്പ വാപ്പി ഉമ്മയാണ്. വലിയൊക്കെ വലിയന്നെ, വിലായത്തിനൊന്നും കുറവില്ല, കുറവുണ്ടാകും ആ ബന്ധം കുറച്ചാൽ. സുന്നത്ത് നിസ്കാരത്തിലല്ലേ യാ റബ്ബി ഉമ്മി സ്വലാത്തി, ഉമ്മ വിളിക്കുന്നു, പഠിച്ചോനെ ഞാൻ എന്ത് ചെയ്യണം? നിസ്കാരത്തിൽ കൈയിട്ടിരിക്കുകയാണല്ലോ. 3 തവണയും ഇങ്ങനല്ലേ സംഭവിച്ചത്. 3 ദിവസത്തെ വിളിക്കും. ഉമ്മാന്റെ സങ്കടം കൊണ്ട് ഉമ്മ പറഞ്ഞു പോയൊരു വാക്കാണ്, ആ വാക്ക് അങ്ങനെ ഫലിച്ചു. യാ റബ്ബി ലാ തുമിതുഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മൂമിസാത്ത്. വേശ്യ വൃത്തി ചെയ്യുന്ന പെണ്ണുങ്ങളെ മുഖത്തേക്ക് നോക്കാതെ എന്റെ മോനെ നീ മരിപ്പിക്കരുത് എന്ന് ഉമ്മ ദുആയിരുന്നു. അതൊരു മാനക്കേടാണ്, അപമാനാണ് ഉമ്മാന്റെ ആ ദുആ. ഉമ്മ ദുആരുന്നത് അനുകൂലമായിട്ടല്ല, പ്രതികൂലമായിട്ടാണ്. ചുറ്റും ഇങ്ങനെ വരിവരിയായി നിൽക്കുന്ന വേശ്യപ്പെണ്ണുങ്ങളെ മുഖത്ത് നോക്കിയിട്ട് വേശ്യാവൃത്തി ചെയ്ത് കുട്ടിയുണ്ടായ കുട്ടിന്റെ പള്ളക്ക് മുട്ടിയിട്ട് ചോദിക്കേണ്ടി വന്നില്ലേ, മോനെ മൻ അബൂക്ക, നിന്റെ ഉപ്പ ആരാണ്? അവിടെയും കറാമത്തല്ലേ ഉണ്ടായത്. വേശ്യാവൃത്തിയിൽ ജനിച്ച കുട്ടിക്ക് കറാമത്തുണ്ടായി എന്നല്ല, ആ കുട്ടിയിലൂടെ ജുറൈജ് റളിയല്ലാഹുവിന്റെ കറാമത്ത് പ്രകടമായി. സംസാരത്തിന് പ്രായത്താത്ത കുട്ടി പറഞ്ഞു, ലസ്ത അബി, നിങ്ങൾ എന്റെ ഉപ്പയല്ല, എന്റെ ഉപ്പ അർറാഇ അല്ലദീ തഹ്ത ഹാദൽ ജബൽ, ഈ മലയുടെ താഴ്വരയിൽ ആടിനെ മേയ്ക്കുന്ന ഒരു ആട്ടിടയനാണ് എന്റെ പിതാവ്, നിങ്ങളല്ല. ഇത് പറഞ്ഞ് ബാക്കിയുള്ള ആളുകൾക്ക് ജുറൈജ് റളിയല്ലാഹുവിന്റെ കറാമത്ത് ബോധ്യപ്പെടുത്തി കൊടുത്തെങ്കിലും ഉമ്മ പറഞ്ഞത് പറ്റിയോ?
അത് പറ്റി. അത്ര വലിയ മഹാനായിട്ടും ഉമ്മ പറഞ്ഞ ആ വാക്ക് നടന്നു. ഈ വേശ്യാവൃത്തി ചെയ്യുന്ന പെണ്ണുങ്ങളെ മുഖത്തേക്ക് നോക്കേണ്ട ഒരവസ്ഥ ഉണ്ടായില്ലേ? ഉണ്ടായി. സങ്കടം കൊണ്ട് ഉമ്മ അങ്ങനെ പറഞ്ഞ് സംഭവിച്ചില്ലേ? അതുകൊണ്ട് ആ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാളും വലിയ മഹത്വം ഉമ്മാന്റെ വിളിക്ക് ഉത്തരം ചെയ്യാന്നുള്ളതാണ്, ഉപ്പാന്റെ വിളിക്ക് ഉത്തരം ചെയ്യാന്നുള്ളതാണ്. എന്താണ് അതിന്റെ ഒരു പൊരുളെന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ. കൈകെട്ടിയിരിക്കുന്നത് പടച്ച റബ്ബിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി കൈകെട്ടിയ നിസ്കാരത്തിൽ, സുന്നത്ത് നിസ്കാരത്തിൽ കൈയച്ചുകൊണ്ട് വാപ്പക്ക് ഉമ്മക്ക് ഉത്തരം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്ര വലിയ മഹത്വമുള്ളത് ലോകത്ത് വേറെ ആരാ? അതിനേക്കാളും വലിയ മഹത്താണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നൽകപ്പെട്ടത്. ഫർള് നിസ്കാരത്തിലാണെങ്കിൽ പോലും വിളിക്ക് ഉത്തരം ചെയ്യണം. നിസ്കരിക്കുന്ന അബൂ സഈദ് റളിയല്ലാഹു അൻഹു, എന്തേ ഞാൻ നിങ്ങളെ കുറെ നേരം വിളിച്ചിട്ട് വിളിക്ക് ഉത്തരം ചെയ്യാതിരുന്നത്? ഞാൻ നിസ്കാരത്തിലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഓതിക്കൊടുത്തത്. അലം തസ്മഅ ഖൗലല്ലാഹി അസ്സ വജൽ, അല്ലാഹു പറയുന്നത് കേട്ടിട്ടില്ലേ? യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും എപ്പോൾ വിളിച്ചാലും ഉത്തരം ചെയ്യണം. ഏത് നിസ്കാരമാണെങ്കിലും ഏത് കർമ്മമാണെങ്കിലും ഇദാ ദഅാകും, എപ്പോ വിളിച്ചാലും ആ വിളിക്ക് ഉത്തരം ചെയ്യണം. ഫർള് നിസ്കാരത്തിൽ പോലും കൈയഴിച്ച് ഉത്തരം ചെയ്യണം എന്നാണ് ബഹുമാനം, എന്നാണ് നിയമം. പക്ഷേ സുന്നത്ത് നിസ്കാരത്തിൽ കൈയഴിക്കപ്പെടേണ്ട ആളുകളായി ബാപ്പയെയും ഉമ്മയെയും പറയുമ്പോൾ എത്ര ബഹുമാനാണ് അവർക്ക്. ഉപ്പ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, ഉമ്മ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നാണ് പരാതിയാണത്. ഫോണിന് എടുക്കില്ല, പിന്നെ ബാക്കി ഏതാ എടുക്കുക? ബാപ്പയും ഉമ്മയാണോ വിളിക്കുന്നത്, പെട്ടെന്ന് എടുക്കണം, അറ്റൻഡ് ചെയ്യണം, മറുപടി പറയണം. അവരെ മനസ്സ് വിഷമിക്കാൻ പാടില്ല. ഞാൻ വിളിച്ചിട്ട് കൊടുത്തില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. തിരക്കിലൊക്കെ ഉത്തരം ചെയ്യേണ്ട ഒരു കോൾ അതാണ് പരിഗണിക്കേണ്ടത് ശരിക്കും. ഫർള് നിസ്കാരത്തിലാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് ആ കോള് തിരിച്ചു വിളിച്ച് ആ നിസ്കാരത്തിലായിരുന്നു എന്ന് ഉടനെ പറയണം. അവരെ മനസ്സിൽ കേടായിട്ടൊന്നും വരാൻ പാടില്ല, വിചാരിക്കാൻ പാടില്ല. ആ നിലക്ക് അവർക്ക് പ്രാർത്ഥന കൊണ്ട് ഒന്നാമത്തെ ഹക്ക് മരിച്ചു കഴിഞ്ഞാലും. രണ്ടാമതായി പറഞ്ഞു വല്ലിസ്തിഗ്ഫാറു ലഹുമാ, എന്നും ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടണം. മൂന്നാമതായി പറഞ്ഞു ഇംഫാദു അഹദിഹിമാ, അവരുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റണം, പാലിക്കണം. ബാപ്പ നമ്മളോട് പറഞ്ഞൊരു വാഗ്ദത്തുണ്ട്, ഇപ്പോഴും കെട്ടിക്കിടക്കണ്ടോ? ഹക്ക് പൂർത്തിയായില്ല. ഉമ്മ പറഞ്ഞൊരു വാഗ്ദത്തുണ്ട്, അത് ഇനിയും ബാക്കിയുണ്ട്, നിറവേറ്റണം. അതിനായിരിക്കും അള്ളാഹ് ആയുസ് ഇങ്ങനെ നീട്ടിത്തരുന്നെന്ന് കരുതണം. അല്ല നമ്മളെ കൊണ്ട് ഈ ഭൂമിയിൽ എന്തുണ്ടാനാ? അവരുടെ വാഗ്ദത്തങ്ങൾ പാലിക്കണം. നാലാമതായി പറഞ്ഞു ബാപ്പയിലൂടെ ഉമ്മയിലൂടെ ചേർക്കപ്പെടുന്ന ബന്ധങ്ങളെ ചേർക്കണം. ബാപ്പ വഴിക്ക് ചേർത്തിരുന്ന ബന്ധങ്ങളാണ്, ഉമ്മ വഴിക്ക് ചേർത്തിരുന്ന ബന്ധങ്ങളാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ ബാപ്പക്ക് ഡയറക്റ്റായി ബന്ധമുണ്ട്, ഉമ്മക്കും ഡയറക്റ്റായി ബന്ധമുണ്ട്, കുടുംബ ബന്ധം തന്നെ. ആ ബന്ധങ്ങളെ പുലർത്തണം. പണ്ട് കാലത്തൊക്കെ ആ ബന്ധം പുലർത്താനായിരുന്നു നാട്ടിൽ ആണ്ട് നിലനിർത്തി പോന്നിരുന്നത്. അപ്പൊ പിന്നെ ആണ്ട് സ്വപ്നമായി മാറി. ഒരാണ്ട് കഴിക്കും, രണ്ടാമത്തെ ആണ്ടാണ് വാപ്പാന്റെ എന്ന് പറയുമ്പോ കൃത്യമായിട്ട് ഈ നാട്ടിൽ എത്ര ആണ്ട് കഴിക്കുന്ന ഉസ്താദ് ചോദിച്ച ഉസ്താദ് പറഞ്ഞു. അപ്പൊ ചോദിക്കില്ലാന്നേ ഉള്ളൂ. കുറവാണ്. നമുക്കൊക്കെ ബന്ധം കുറവായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. എന്റെ വാപ്പ മൂത്തായിട്ട് 12 വർഷമായി, അള്ളാഹു മഗ്ഫിറത്ത് തെറ്റി കൊടുക്കട്ടെ. 12ാമത്തെ ആണ്ട് വരും ഇനി അടുത്ത ദുൽഖഅദാവുമ്പോൾ. അത് നിർത്തലാക്കാൻ കുടുംബം മക്കളാരും ഒരിക്കലും തയ്യാറല്ല. അങ്ങനെയാണ് ബാപ്പ നമ്മളെ പോറ്റിയതും വളർത്തിയതൊക്കെ. നമ്മൾ മരിക്കുന്നത് വരെ അത് തുടർന്നു കൊണ്ടുപോകണം. നമുക്കാവതില്ലാത്ത കാലത്ത് മക്കളും ബാക്കിയുള്ളവരൊക്കെ അത് ചെയ്യണം. അന്ന് ബാപ്പാന്റെയും ഉമ്മാന്റെയും ബന്ധുക്കളൊന്നും ഒരുമിച്ച് കൂടിയിട്ട് ഒരിക്കലെങ്കിലും വർഷത്തിലൊരു ബന്ധം പുലർത്തണ്ടേ? എപ്പോഴും ആയിരുന്നു ആ ബന്ധം. സ്വഹാബത്ത് പോയി കണ്ടിരുന്നു. എന്താ നിങ്ങൾക്ക് അവിടെ? അതെ, ബാപ്പാന്റെ ഒരു ബന്ധുവാണത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധം കുറവാണ്, ബഈദായ ബന്ധമാണ്. പക്ഷെ ബാപ്പയിലേക്ക് നോക്കുമ്പോൾ അടുത്ത ബന്ധമാണ്, ഖരീബായ ബന്ധമാണ്. നമ്മളെ ബന്ധം എങ്ങനെ ചുറ്റി നോക്കുമ്പോൾ കുറച്ച് ദൂരെയാണ്, ബാപ്പാനെ നോക്കുമ്പോൾ അടുത്ത ബന്ധമാണ്. അപ്പൊ അവിടെ പോയി ഒന്ന് ചാടിച്ചു വന്നാണ്, ബന്ധം പുലർത്തിയതാ. ആ സ്നേഹബന്ധത്തിന് എന്തൊരു വില ഉണ്ടായിരുന്നു. 2ാം കൊല്ലാകുമ്പോ എല്ലാരും പറയും ആ ഉസ്താദിനെയും കുട്ടികളെയും വിളിച്ചിട്ട് ഒരു ചെറിയ ആണ്ട് നടത്താന്ന് പറയും. 3ാം കൊല്ലാകുമ്പോ പറയും ഇനി എല്ലാരും കൂടി യാസീൻ ഓതിയാ മതി, സിയാറത്തും ചെയ്യാ, കഴിഞ്ഞു.
4-ാം കൊല്ലാകുമ്പോ വാപ്പ മരിച്ച് 4 കൊല്ലം ഇനി ആണ്ടേ ചിത്രക്ക അതും കഴിഞ്ഞു. അങ്ങനെ ആകാൻ പാടില്ല. ബന്ധങ്ങള് അത് നിലനിർത്തന്നെ വേണം. അല്ലാ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന അല്ലല്ലേ, സദസ്സിന് വേണ്ടി കൊണ്ടുവന്നാലേ ആയിക്കോട്ടെ. 5-ാമത്തെ കാര്യം ഇക്റാമു സ്വദീഖിഹിമ, ഉപ്പയുടെയും ഉമ്മയുടെയും സുഹൃത്തുക്കളെ, ചങ്ങാതിമാരെ. ചങ്ങാഴ്ചയാണ്, ഉമ്മാരെ ചങ്ങാഴ്ചന്ന് പറയും. പുരയിലൊക്കെ വരുമ്പോ ഇങ്ങനെ കാണല്ലോ ഉമ്മാരെ ചങ്ങാഴ്ച, അവരെ ബഹുമാനിക്കണം. ഇങ്ങനെ 5 ഹക്ക് ബാപ്പ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവരെ സുഹൃത്തുക്കളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കൽ ബഹുമാനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ വാഹനത്തിൽ ഇങ്ങനെ സ്പീഡിൽ മഹാനവറുകളുടെ സ്ഥലത്തേക്ക് ധൃതിപ്പെട്ടു പോവുകയാണ്. അപ്പൊ ഒരു ആറാബി വൈക്കുന്ന ഇങ്ങനെ കൈ കാണിച്ചു. അപ്പൊ വാഹനം നിർത്തി. കുതിരയെ കൈത് എന്തോന്നാണ് നിർത്തി. എന്തേന്ന് ചോദിച്ചപ്പോ ആറാബി പറഞ്ഞു, എന്റെ വാപ്പ നിങ്ങളെ വാപ്പാന്റെ ചങ്ങാതിയായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചങ്ങാതി സുഹൃത്താണ് എന്റെ വാപ്പ. ഞാൻ സാധാരണ ആളല്ല, ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം പറയാണ്, ഡയറക്റ്റ് ബന്ധമല്ല. എന്റെ വാപ്പാന്റെ കൂട്ടുകാരനാണ് നിങ്ങളെ വാപ്പാന്ന്. അങ്ങനെ. അപ്പൊ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തോളിൽ ഇങ്ങനെ പുതച്ചൊരു ഷാളുണ്ട്, ആ ഷാൾ അങ്ങ് കൊടുത്തു. ഇക്റാം, ബാപ്പാന്റെ സുഹൃത്തിന്റെ മോനായി എന്നുള്ള നിലക്ക് കൊടുത്തതാണ്. കണ്ട ആൾക്കാർ പറഞ്ഞു, ആറാബിക്കൊക്കെ 1 ദിർഹം കൊടുത്താ പോരെ, ആ തട്ടത്തിനൊക്കെ എന്തൊരു വില ഉണ്ട്. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, അങ്ങനെ പോരാ, അദ്ദേഹത്തിന്റെ ഉപ്പ എന്റെ ഉപ്പാന്റെ ചങ്ങാതിയായിരുന്നു. അപ്പൊ ഉപ്പാന്റെ ചങ്ങാതിയുടെ മകൻ എന്ന് പറയുമ്പോ സാധാരണ ബഹുമാനം പോരല്ലോ, അതുകൊണ്ട് കൊടുത്താണ്. ചങ്ങാതിമാരെ ബഹുമാനിക്കണം. ഇത് ചങ്ങാതിയുടെ മകനാണ്. മകൻ ഇത്ര ബഹുമാനാണെങ്കിൽ അവർക്ക് എത്ര ബഹുമാനം കൊടുക്കണം. ഇക്റാമു സ്വദീഖിഹിമ, ബാപ്പയുടെ ഉമ്മയുടെ സുഹൃത്തുക്കളെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക, അവരെ ശുശ്രൂഷിക്കുക. അവർക്കാണ് രോഗമായി എന്ന് പറയുമ്പോ ബാക്കിയുള്ളവരെ പോലെ പരിഗണിച്ചാ പോരാ. എന്താ അങ്ങക്ക് അവിടെ ബാപ്പാന്റെ ഒപ്പം ഒരേ നിലക്ക് തൊഴിലെടുത്ത ആളാണ്, ഒരുമിച്ചായിരുന്നു ഒരുപാട് കാലം വർക്ക് ചെയ്തത് ഗൾഫിലും ഇവിടൊക്കെ. അപ്പൊ ഭയങ്കര ബന്ധാണ്, അതുകൊണ്ട് കാണാൻ പോയതാണ്. അതൊരു ബഹുമാനം. അത് മരിച്ചു കിടക്കുന്ന ബാപ്പയും ഉമ്മയും അവര് ഖബറിലെത്തിയിട്ട് ശ്രദ്ധിക്കുന്നത് മക്കളാകുന്ന നമ്മൾ ഈ ഹക്കൊക്കെ വീട്ടുന്നുണ്ടോ ഇല്ലേ എന്നാണ്. വബിൽ വാലിദൈനി ഇഹ്സാനൻ എന്ന് പറയുന്ന ആ വിഷയം, മാതാപിതാക്കളോടുള്ള ബന്ധം നല്ല നിലക്ക് നിലനിർത്തണം എന്ന് പറയുന്നതിന്റെ ഭാഗമായി ഇത് അവർക്കൊരു ബുദ്ധിമുട്ടാവും അല്ലേ. കുറച്ചാ മതി, ഒന്ന് കുറച്ചാ മതി. അവരങ്ങനെ തിരിച്ചു വിത്തർക്കണ്ട, അതൊരു ബുദ്ധിമുട്ടല്ലേ, കുറച്ചൊന്ന് ചോദിക്കാൻ മതി. അപ്പോ ഈ 5 ഹക്കുകൾ പാലിച്ചുകൊണ്ട് അവരോടുള്ള കടപ്പാടുകൾ നിറവേറ്റണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ബാപ്പയോടും ഉമ്മയോടും എത്ര മോശപ്പെട്ട സ്വഭാവക്കാരാണെങ്കിലും പിണങ്ങാൻ പാടില്ല അവരോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ ഉപ്പയെയും ഉമ്മയെയും ഒരിക്കലും നിങ്ങൾ അവരെ വെറുപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോ തിരിച്ച് തങ്ങളോടൊരു ചോദ്യം ചോദിച്ചു, നബിയെ, ബാപ്പാന്റെ ഭാഗത്തുനിന്നും ഉമ്മാന്റെ ഭാഗത്തുനിന്നും ലുൽമുണ്ടായാലോ എന്നൊരു ചോദ്യം, അക്രമം. അപ്പൊ ഞങ്ങൾ 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു, വഇൻ ലലമാഹു, ബാപ്പയും ഉമ്മയും മകനെ ആക്രമിച്ചു, അന്യായമായി വല്ലതും പറഞ്ഞു ചെയ്തു എന്നാൽ പോലും ആക്രമിക്കാൻ പാടില്ല. അവരെ ബഹുമാനത്തിന്റെ സ്റ്റേജാണത്. എന്തും ബാപ്പയായതുകൊണ്ട് ഉമ്മയായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറയാന്നുള്ളതിന് പെർമിഷൻ അല്ലത്. പക്ഷെ അവരെ ബഹുമാനിക്കേണ്ട ഒരു പരിധി പറഞ്ഞപ്പോ പറഞ്ഞതാണ്, അവരിൽ നിന്ന് ലുൽമുണ്ടായാൽ പോലും സഹിക്കണം, ക്ഷമിക്കണം. ബാപ്പയായി എന്നുള്ളതിന്റെ പേരിൽ ക്ഷമിക്കണം, ഒന്നും പറയരുത്. ബാപ്പ ഇപ്പൊ പറഞ്ഞത് സത്യത്തിൽ മോശമാണ്, വളരെ വൃത്തികെട്ട വാക്കാ പറഞ്ഞത്, പക്ഷെ തിരിച്ചു പറയാൻ പറ്റൂല. എന്തേ? ബാപ്പയാണ്. ഉമ്മ പറഞ്ഞത് സത്യത്തിൽ മോശപ്പെട്ട വാക്ക ഉമ്മ പറഞ്ഞ്, തിരിച്ചതേ നാണയത്തിൽ ഇല്ല, അതിലും താഴെ ഇല്ല, നല്ലതുണ്ടെങ്കിലും തിരിച്ചു പറയാം, അത്രേ പറ്റുള്ളൂ. അവരോടുള്ള സേവനത്തിന്റെ മാർഗത്തിൽ വിഷയമായി പറയുകയാണെങ്കിൽ അത് തന്നെ ധാരാളം ഉണ്ട്. നല്ല സേവനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വലിയ പ്രതിഫലങ്ങൾ വാങ്ങണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വർഗം കാണിച്ചപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വർഗത്തിലുള്ള ഓരോ വ്യക്തികൾ അങ്ങനെ നോക്കിയിട്ട് തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വർഗം നോക്കിയപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സ്വർഗത്തിൽ ഞാൻ കണ്ടു. എവിടെയാണ് ഹാരിസത്ത് ബിൻ നുഅ്മാൻ നബിയെ? ഫിർദൗസിലാണ്, സ്വർഗത്തിലെ ഫിർദൗസിൽ. അത് പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു, കദാലിക്കൽ ബർറു കദാലിക്കൽ ബർറു കദാലിക്കൽ ബർറു കാന അബർറ ബി ഉമ്മിഹി. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഫിർദൗസിലെത്താനുള്ള കാരണമാണ് പറഞ്ഞത്. ഉമ്മയോട് നല്ല ബന്ധമുള്ള, നല്ല ഗുണം ചെയ്ത മോനായിരുന്നു ആ സ്വഹാബി. ഷഹീദായതാണ്, പക്ഷേ ഷഹാദത്തൊന്നും അല്ല തങ്ങൾ കാരണം പറഞ്ഞു. ഷഹീദ് എത്ര ആൾക്കാരുണ്ട്? രക്തസാക്ഷിയാണ്. രക്തസാക്ഷിയായി നല്ല തങ്ങൾ കാരണം പറഞ്ഞത്. നിസ്കരിച്ചു എന്നുമല്ല, നിസ്കരിച്ചിട്ടുണ്ട്. നോമ്പ് നോറ്റു എന്നല്ല കാരണം പറഞ്ഞത്. കാരണം പറഞ്ഞത് എന്താ? ഖാന അബർറ ബി ഉമ്മിഹി, ഉമ്മാക്ക് വലിയ ഖിദ്മത്ത് ചെയ്ത് സേവനം ചെയ്ത മോനായിരുന്നു. അതുകൊണ്ടാണ് ഫിർദൗസിലെത്തിയത്. അത് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളൊക്കെ ഹൃത്തടത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നല്ല പെരുമാറ്റം കാഴ്ചവെച്ച് നല്ല ദുആ, നല്ല പെരുമാറ്റത്തിന്റെ മധുരമായി ബാപ്പയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന് നേടിയെടുക്കണം. നമ്മളെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട ഭാഗങ്ങൾ അതാണ്. ബാപ്പാന്റെ ഉമ്മാന്റെ ഖിദ്മത്തിന്റെ ഭാഗമായിട്ട് നല്ല ദുആ. പിന്നെ ആ ദുആനെ തിരുത്താൻ കഴിയില്ല. പിന്നെ ആരെന്ത് അസൂയ വെച്ചാലും, ആരെന്ത് ഇടങ്ങൽ സൃഷ്ടിച്ചാലും ബാപ്പന്റെ ഉമ്മന്റെ അനുകൂല ദുആ ഉണ്ടോ, നമ്മൾ രക്ഷപ്പെടും. നമ്മളെ ജീവിതത്തിൽ നന്നാകാൻ തന്നെ ഒരു മാർഗം അതല്ലേ. തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമായ ഒരു വഴിയും അതാണ്. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത ആളാണ്, രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് ചോദിച്ചപ്പോ ചോദിച്ചു, അഹയ്യുൻ വാലിദൈക്, ബാപ്പി ഇമ്മി ഹയാത്തിലുണ്ടോന്ന് ചോദിച്ചു. വലിയ വലിയ തെറ്റ് ചെയ്ത തെറ്റുകാരനോട് ഉമർ റളിയല്ലാഹുവിന്റെ തിരിച്ചുള്ള ചോദ്യം, ബാപ്പി ഇമ്മി ഹയാത്തിലുണ്ടോ? ഉണ്ട്. എന്താ അങ്ങനെ ചോദിച്ചത്? ബാപ്പി ഇമ്മി ഹയാത്തിലുണ്ടെങ്കിൽ പാപം പൊറുപ്പിക്കാൻ എളുപ്പമാണല്ലോ. നോക്കിങ്ങള്, ബാപ്പി ഇമ്മി ഹയാത്തിലുണ്ടോ, നിങ്ങൾ ഈ ചെയ്ത ദോഷങ്ങൾ മുഴുവനും അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരും. ആത്മാർത്ഥമായവരെ ഖിദ്മത്തിൽ മുഴുകുക. അവരെ ഒരു ദുആ മതി നിങ്ങളെ പാപങ്ങളൊക്കെ ഒലിച്ചു പോകാൻ. ഒറ്റ ഒരു പ്രാർത്ഥന മതി നിങ്ങളെ ഈ പാപങ്ങളൊക്കെ അല്ലാഹു തആല കഴുകി വൃത്തിയാക്കി നിങ്ങളെ നല്ല ആളാക്കി മാറ്റാൻ. അല്ലാതെ ഉമർ റളിയല്ലാഹു അൻഹു എന്തിനാ തിരിച്ചങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? പള്ളിയിൽ പോയിരുന്ന ഒരു മാല മറിച്ച് കുറെ ഇസ്തിഗ്ഫാർ ലിക്കൊള്ളി എന്ന് പറയാൻ അത്ര വലിയ പ്രയാസമുണ്ടോ? പക്ഷെ ബാപ്പക്കും ഉമ്മക്കും ആ ഖിദ്മത്ത് എടുത്തിട്ട് അവര് നിങ്ങളുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി ദ്വാരുന്നാൽ റെഡിയാവും. അവരെ സബീല് നമ്മൾ നിലനിർത്തണം. ബാപ്പാന്റെയും ഉമ്മാന്റെയും സബീൽ അവർ കാണിച്ചു തന്ന നല്ല മാതൃക കൈയൊഴിക്കരുത്. അത് കൈയൊഴിച്ചാൽ നമ്മളെ കുടുംബത്തിലും, നമ്മളെ വീട്ടിലും, നമ്മളെ സമ്പത്തിലും ഒക്കെ അരക്ഷിതാവസ്ഥ വരും. അങ്ങനെയാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ബന്ധം. വിശദമായി പറയണം, ഞാൻ ചുരുക്കി പറയാം. ഉദാഹരണമായി പറയാം, ബാപ്പുള്ള കാലത്ത് നമുക്കൊക്കെ അനുഭവം ഉണ്ടാവും. ബാപ്പുള്ള കാലത്ത് ബാപ്പക്ക് ഈ റബീഉൽ അവ്വൽ മൗലിദ് എന്ന് പറഞ്ഞാല് മനസ്സിൽ ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ്. ബാപ്പ ഒരു 10-40 ആൾക്കാരെ വിളിച്ചിട്ടെങ്കിലും, ഉസ്താമാരെയും കുട്ടികളെയും കുറച്ച് സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ഒരു മൗലിദ് കഴിക്കും. ഒരാടിനെ അറുത്തിട്ടോ അല്ലെങ്കിൽ ആട്ടിറച്ചി വാങ്ങിയിട്ടോ പോത്തിറച്ചി വാങ്ങിയിട്ടോ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കും. അത് ബാപ്പാന്റെ ഹയാത്ത് കാലത്ത് നമ്മൾ പതിവായി കണ്ട ഒരു അമലാണ്. ഉദാഹരണം പറയണ്ട, നമ്മളും അത് നിലനിർത്തണം. അപ്പോഴാണ് ബർക്കത്ത് ഉണ്ടാകുക. അല്ല ബർക്കത്തിന് ദ്വാ മാത്രം ചെയ്താൽ പോരെ. നമുക്ക് പാകര എളുപ്പമുള്ള ഒരു മാർഗ്ഗം ദ്വാരക്ക. ചെലവൊന്നും ആക്കാൻ കഴിയില്ല, ഒന്നും ദ്വാരുന്നാ മതി. പലരോടും ദ്വാരക്കാൻ പറയാം, ചെലവൊന്നും ആക്കാൻ കഴിയില്ല. ദ്വാരുന്ന അങ്ങനെ ബർക്കത്ത് ഇങ്ങനെ കിട്ടട്ടെ. അല്ല, പ്രാക്ടിക്കൽ ബർക്കത്ത് അങ്ങനെയാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ചരിത്രം, വലിയ അതിന് ഉദാഹരണമായ ഒരു ചരിത്രം പഠിപ്പിക്കുന്നു ഖുർആൻ. ഒരു ബാപ്പ ആ ബാപ്പാന്റെ ഹയാത്ത് കാലത്ത് നിലനിർത്തി പോകുന്നൊരു സംഗതിയായിരുന്നു. അദ്ദേഹം നല്ല കർഷകനായിരുന്നു. അദ്ദേഹത്തിന് എന്തെല്ലാം കൃഷിയുണ്ട്? മുന്തിരിത്തോട്ടമുണ്ട്, കാരക്കത്തോട്ടമുണ്ട്, അങ്ങനെ പഴവർഗ്ഗങ്ങൾ ധാരാളമുണ്ട്. ഈ പഴം പറിക്കുന്ന അന്ന് മിസ്കീന്മാരും ഫുഖറാവും വരും, നാട്ടിന്നും അയൽനാട്ടിന്നും ഒക്കെ. അവർക്ക് എന്തെങ്കിലുമൊക്കെ അവരെ പാത്രത്തിലും സഞ്ചിയിലും ഇട്ട് കൊടുത്തിട്ടേ ബാക്കിയുള്ളത് വീട്ടിലേക്ക് കൊണ്ടുപോകുള്ളൂ, വിൽക്കാൻ കൊണ്ടുപോകുള്ളൂ. അദ്ദേഹത്തിന്റെ പതിവാണ്. അങ്ങനെ ഈ ഡേറ്റ്, ഈ കൊടുക്കുന്ന ഡേറ്റ് ആളുകൾക്കിടയിൽ പ്രസിദ്ധി ആർജിച്ചു. നിങ്ങളപ്പോ ഈ വെന്നിയൂര് എന്നല്ല പറയാ, ആ വെന്നിയൂര്, പാറമ്മൽ, ഈ പാറമ്മൽ ദേശത്ത് എല്ലാ വർഷവും
ഷാബാന്റെ അവസാനത്തിൽ 1000 കൊടുക്കുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡേറ്റ് ഈ പരിസരത്തൊക്കെ പ്രസിദ്ധാവൂലേ? നിങ്ങൾ കൊടുത്തു നോക്കിയപ്പോ പ്രസിദ്ധാവും. പരിസരക്കാരൊക്കെ അറിയും. അതിങ്ങൊരു അറബിയ വരണമെങ്കിൽ ആൾക്കാർ ആ പേരാണ് നിലനിർത്തും. അൽഫറബി വരുന്ന ദിവസമാണെന്ന്. വേറെ ഏത് തിരക്കുണ്ടെങ്കിലും ആ ഡേറ്റ് മറക്കൂല. നല്ലതാണ്, കൊടുത്തിട്ടല്ലേ ആൾക്കാർക്ക് ഓർമ്മ. ഈ മനുഷ്യന്റെ വിളവെടുപ്പിന്റെ ദിവസം ആളുകൾക്കിടയിൽ ആ ഡേറ്റ് മഷൂറായി, പ്രസിദ്ധമായി. എല്ലാ കൊല്ലവും ആൾക്കാർ സഞ്ചിയും പാത്രം എടുത്ത് വരും. പിന്നെ പറയുന്നു വേണ്ട, ആളുകൾ വരും. വരുമ്പോ ആളുകളെ കീശയിലേക്ക് ഇദ്ദേഹം ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഓരോ കൊല്ലവും അല്ലാഹു തആല ഇഷ്ടം പോലെ സമ്പത്ത് അധികം കൊടുക്കും. ഈ കൊല്ലം അല്ലാഹു തആല കൊടുത്ത 100 ടണ്ണാണെങ്കിൽ പിറ്റത്തെ കൊല്ലം അത് 200 ടണ്ണാക്കി അല്ലാഹു വർദ്ധിപ്പിച്ചു. പിറ്റത്തെ വർഷം 300 ടണ്ണ്. കാരണം വാങ്ങാൻ ആൾക്കാർ അത്രയും വരുന്നുണ്ട്. അപ്പൊ കൊടുക്കാൻ ഇപ്പുറവും വേണ്ടേ? അല്ലാഹു തആല തീരുമാനിക്കുന്നത് ഇയാൾക്ക് ജനങ്ങൾക്ക് കൊടുക്കുന്ന ആളല്ലേ, ഇയാളെ കുറവാക്കാൻ പാടില്ലല്ലോ. അല്ലാഹു തആല അങ്ങനെ കൂട്ടി കൂട്ടി കൊടുത്തു. അങ്ങനെ ഒരു 10-15 വർഷത്തോളം അദ്ദേഹം അങ്ങനെ കൊടുത്തു. കുടുംബവും പോറ്റി, സമ്പത്തും അധികരിപ്പിച്ചു, കൃഷിയൊക്കെ സമൃദ്ധമാക്കി അങ്ങനെ വളർത്തി. 10-15 കൊല്ലത്തിന് ശേഷം ഈ കൊടുക്കുന്ന ഉപ്പ മരണപ്പെട്ടു. പിന്നെ ഈ പാരമ്പര്യം ഏറ്റെടുക്കേണ്ടതാരാ? മക്കളാ. 3 മക്കളാണ് ഇദ്ദേഹത്തിനുള്ളത്, ആൺമക്കള്. 3 ആളും കൂടി പിറ്റത്തെ കൊല്ല ആ ഡേറ്റ് വരെയാണ്. ഓൽക്കും ഡേറ്റ് പരിചയമുണ്ട്. കാരണം അവരും പാപ്പ കൊടുക്കുമ്പോ മക്കളത് ആ സഞ്ചി കൊടുക്കി, ഈ പാത്രത്തിൽ കൊടുക്കിന്ന് പാപ്പ പറയുമ്പോ ഇങ്ങനെ കോരിട്ട് കൊടുക്കുന്നതാണ് ഈ മക്കള്. അവര് 3 പേരും ചിന്തിച്ചു, എന്താ ചെയ്യാ? ഒരു മീറ്റിംഗ് കൂടാണ്. എന്തേ? ബാപ്പ കൊടുക്കുന്ന ആ ഡേറ്റ് ആകാൻ പോവാണ്. ആളുകളോട് പോസ്റ്റർ ഒട്ടിക്കണ്ട, അത്രയും ആൾക്കാർക്ക് ആ ഡേറ്റ് ഓർമ്മ ഉണ്ട്. അവർ കറക്റ്റ് വരും. അവര് വരുമ്പോ നമ്മൾ ഉപ്പ കൊടുക്കും പോലെ കൊടുക്കണ്ടേ? അപ്പൊ കൂട്ടത്തിൽ ഒരാള് പറഞ്ഞു, ബാപ്പ കൊടുത്ത സേവനങ്ങളോട് കുറച്ച് താല്പര്യമുള്ള ആ കൂട്ടത്തിലെ നടുവിലാള് പറഞ്ഞു, അല്ല ഉപ്പ കൊടുക്കും പോലെ കുറച്ചെങ്കിലും കൊടുക്കല്ലേ നമ്മള്, അതല്ലേ അതിന്റെ മട്ടം. അപ്പൊ അപ്പുറം അപ്പുറത്തുള്ള ആള് പറഞ്ഞു, എനിക്ക് വല്ല കാറ്റുണ്ടോ? ബാപ്പ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുക. പിന്നെ നമ്മളെ മക്കൾക്ക് എന്താ? അങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ മക്കൾക്ക് എന്താ? കുടുംബത്തിന് എന്താ? കുടുംബത്തിന് തേച്ചാ തികയില്ല. അവർക്കൊന്നും വല്ലതും വേണം ഇങ്ങനെ കൊടുക്കുക വരുന്നവർക്കൊക്കെ. അപ്പൊ അവർ ഐക്യ കണ്ടേനെ തീരുമാനിച്ചു, ഒന്നും കൊടുക്കണ്ട. ജനങ്ങൾ വരുന്നതിന്റെ 2-3 ദിവസം മുമ്പ് കൃത്യമായും ഇതൊക്കെ സഞ്ചിയിലാക്കി പാക്കറ്റ് ആക്കിയിട്ട് ഗോഡൌണിലേക്ക് കയറ്റണം. ആളുകൾ വരുമ്പോ, ഓ വിളവെടുപ്പ് നടന്നല്ലോ, ഇനിയിപ്പോ നമ്മൾ വന്നത് വെറുതെ ആയിപ്പോയല്ലോ, ഒന്നുമില്ലല്ലോ, ഡേറ്റ് നമ്മളോട് തെറ്റിപ്പോയി എന്ന് ആൾക്കാർ തോന്നി തിരിച്ചു പോണം. ഇക്കൊല്ലം തിരിച്ചു പോയാ പിന്നെ അടുത്തൊല്ലം വരൂല. അങ്ങനെയുണ്ട് ഐഡിയ. പടച്ച റബ്ബിനെ പോലും തിരുത്തുന്ന ഐഡിയ അല്ലേ? അങ്ങനെ 3 പേരും വിളവെടുപ്പ് നടക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് അവരെ തോട്ടത്തിലേക്ക് രാത്രി സമയത്ത്, പകലാകുമ്പോ ആൾക്കാർ കാണുമല്ലോ, രാത്രി വന്നിറങ്ങി. അവര് വന്ന് ഇറങ്ങുന്ന നേരത്ത് നോക്കുമ്പോ തോട്ടം മുഴുവനും കത്തിക്കരിഞ്ഞു നിൽക്കുന്നു, ഒരു ഖനി പോലും ബാക്കിയില്ലാതെ. അവരിങ്ങനെ വന്നിറങ്ങിയിട്ട് ഈ കത്തിക്കരിഞ്ഞ പ്രദേശം കണ്ടപ്പോ ചോദിച്ചു, അല്ല നമുക്ക് തോട്ടം മാറിയോ? നമ്മൾ വേറെ ഏതോ വഴിക്ക് റൂട്ട് മാറി വന്നോ? അല്ല, കൂട്ടത്തിലുള്ള മൂത്ത ആള് പറഞ്ഞു, മാറിയതല്ല, ബൽ നഹ്നു മഹ്റൂമൂൻ, നമുക്ക് തരേണ്ടത് തരണ്ടാന്ന് അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞു. ജനങ്ങൾക്ക് വാപ്പ കൊടുത്തതുപോലെ കൊടുക്കണം എന്നുള്ള പാരമ്പര്യ ശൈലി നമ്മൾ മാറ്റിയപ്പോ അല്ലാഹു തആല തീരുമാനിച്ചു, ഒരൊറ്റ പഴം പോലും ഉണ്ണാനോ സാമ്പത്തികമായി വർധനവുണ്ടാക്കാനോ ഇവരെ കയ്യിൽ കൊടുക്കരുത് എന്ന് അല്ലാഹു തീരുമാനിച്ചു. ബൽ നഹ്നു മഹ്റൂമൂൻ, മൊത്തം കരിഞ്ഞുണങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒറ്റ ഒന്നുപോലും അല്ലാഹു തആല കൊടുത്തില്ല. എന്താ അവർ ന്യായം പറഞ്ഞറിയോ? ബാപ്പ അന്ന് അങ്ങനെ കൊടുത്തത്, ബാപ്പാക്ക് 3 മക്കളുണ്ടായിരുന്നുള്ളൂ, നമ്മൾ 3 ആളും. നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് 3 ഉണ്ട്. ഇപ്പൊ എത്രയായി? മക്കളെ കൂട്ടുമ്പോ തന്നെ 9 ആയി. പിന്നെ നമ്മൾ കൂട്ടുമ്പോ 12 ആയി. പെണ്ണുങ്ങൾ കൂട്ടുമ്പോ 15 ആയി. ബാക്കിയുള്ളവർ കൂട്ടുമ്പോ പിന്നെ ആയില്ലേ? ഇത്ര ആൾക്കാരുണ്ട്. ഓ, അവര് പറഞ്ഞു, ഒരൊറ്റ ധാന്യം പോലും അല്ലാഹു ബാക്കി വെച്ചില്ല. ഉപ്പ സ്വീകരിച്ച ആ മാർഗം മുടക്കിയിട്ട് ഫസ്റ്റ് കൊല്ലം തന്നെ തീരുമാനെടുത്തപ്പോ ഖാല ഔസതുഹും അലം അഖുൽ ലക്കും ലൗലാ തുസബ്ബിഹൂൻ, നടുവിലെ മോൻ പറഞ്ഞു, മൂത്താളല്ല താഴെയുള്ള ആളുമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ബാപ്പ കൊടുത്ത പോലെ കുറച്ചെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞില്ലേ, നിങ്ങളല്ലേ വേണ്ട വേണ്ടാന്ന് പറഞ്ഞത്. ഫഅഖ്ബല ബഅദുഹും അലാ ബഅദിൻ യതലാവമൂൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരാൻ തുടങ്ങി. എന്റെ പണിയാണത് മൂത്താളോട്. അല്ല, ഞാൻ പിന്നെ കുറച്ച് വിട്ടുവീഴ്ച ചെയ്തിരുന്നു, താഴെയുള്ള ആളോട് എന്റെ ആക്രാന്തം കൊണ്ടാണ്. എല്ലാരും ആക്ഷേപിക്കാൻ ഒന്നും കിട്ടിയില്ല ആർക്കും. മൊത്തം അല്ലാഹു തആല കത്തിക്കരിച്ചു പോയി.
ഏക്കർ കണക്കിനുള്ള തോട്ടമല്ലേ അല്ലാഹു തആല ജഡുദിയിൽ അങ്ങനെ ചെയ്തത്. തൗബ ചെയ്തവർ മടങ്ങിയിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ ഇനി മേലാൽ അങ്ങനെ തീരുമാനിക്കൂല. അസാ റബ്ബുനാ അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. പടച്ച റബ്ബ് പകരം നമുക്കിനി തോട്ടം തന്നാൽ ഉപ്പ കൊടുത്തതുപോലെ കൊടുക്കും, ഉപ്പ കൊടുത്തതുപോലെ മിസ്കീന്മാരെ പാവങ്ങളെ സേവിക്കും, എന്നിട്ടേ നമ്മൾ വല്ലതും സമ്പാദിക്കുള്ളൂ. പിറ്റത്തെ കൊല്ലം അള്ളാഹുർക്ക് കായ്ക്കനികൾ നൽകി. ബാപ്പ കൊടുത്തതുപോലെ മിസ്കീന്മാരെ സഞ്ചികളിലേക്കും പാത്രങ്ങളിലേക്കും ഇട്ടുകൊടുത്ത ശേഷമാണ് ബാക്കിയുള്ളവർ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുപോയത്. മുന്തിരിത്തോട്ടം നൽകി. ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, മുന്തിരിത്തോട്ടത്തിൽ കായ്കനികൾ ഉണ്ടായി. തൗബ ചെയ്ത് മടങ്ങി ഉപ്പാന്റെ ശൈലി സ്വീകരിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്തപ്പോൾ അല്ലാഹു തആല കായ്കനികൾ കൊടുത്തു. ഞാനിത് പറയുന്നത് ചരിത്രം കേട്ടുപോകാനല്ല. ബാപ്പ സബീലാക്കിയൊരു മാർഗം, ഉമ്മ സബീലാക്കിയൊരു വഴി വീട്ടിൽ നിന്ന് അസ്തമിച്ചിട്ടുണ്ടോ, ബർക്കത്തിന്റെ കുറവതാണ്. അല്ല ആരും സിഹ്റും അതിനും ചെയ്തോന്നല്ല. എവിടെയെങ്കിലും ചികിത്സക്കാരത്ത് പോയി ഉള്ളതൊക്കെ കൊടുത്താണ് വെറുതെ വെള്ളം മന്ത്രിച്ചു വെറുതെ ബുദ്ധിമുട്ടൊന്നും ആക്കേണ്ട സംഗതി ഇതാണ് സംഗതി. അതിന് ചെലവ് ചെയ്യാൻ നമ്മൾ റെഡിയാണോ? അല്ലാഹു തആല ആ ഐശ്വര്യവും ആ ആഫിയത്തും ആ സ്നേഹവും തിരിച്ചും അതിലേറെയും അല്ലാഹു തആല തരും. അതിന്റെ ഒരു കുറവാണ് നാട്ടിലൊക്കെ ഉള്ള കുറവ്. ആൾക്കാർ പറയും അയാളെ വാപ്പ അജര് ഭയങ്കര ഉഷാറേ, റമളാനിൽ 22-ന് അവിടെയൊന്നും എല്ലാവർക്കും തുറ. 1-2 കൊല്ലമൊക്കെ ഞാനൊക്കെ അവിടെ 40 കൊല്ലം തുറന്നു നിന്ന് ആൾക്കാർ ഇന്ന് കഥ പറയും. ഞാൻ അഡ്രസ് ഒന്നും പറയില്ല, നിങ്ങൾ എന്നോട് പിന്നെ തെറ്റിപ്പോണ്ടിരും, ഞാനൊന്നും പറയില്ല. ഇപ്പൊ മോന്റെ കൈയിലേക്ക് വന്നപ്പോ തുറയില്ല, പറയില്ല, പുറിയില്ല, ഒക്കെ പോയി. ഒരു 10 ആളെ വിളിച്ചൊരു തുറണ്ടോ അതുപോലുമില്ല. ആ ബാപ്പക്ക് അല്ലാഹു തആല കൊടുത്തതിന്റെ ഇരട്ടി മോൻ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇല്ല, നന്ദികേടായിപ്പോയി. പക്ഷെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇതുകൊണ്ടൊരു സുഖം കിട്ടുന്നില്ല. കാരണം മാസാമാസം കൊണ്ടുപോയിട്ട് അങ്ങനെ ചെലവഴിക്കാണ് 1.5 ലക്ഷം 2 ലക്ഷം ചെക്കപ്പിന്, ടെസ്റ്റിന്, മരുന്നിന്, ഗുളികക്ക്. ബാപ്പാന്റെ അടുത്ത് അങ്ങനെ ഒന്നും പോയില്ല. മൊത്തം ആഫിയത്തുള്ള കാലത്തും ജീവിതകാലത്തും മൊത്തം ഒരു ചെറിയ മരുന്നിനൊക്കെ ആയിട്ട് 1000 റുപ്യ പോയിട്ടുണ്ടാകും 10-20 കൊല്ലം ജീവിച്ചപ്പോ. ബാപ്പക്ക് ഇഷ്ടം പോലെ ആൾക്കാർ അൽഹംദുലില്ലാഹ് എന്ന് പറയാനും ദ്വാരക്കാരുണ്ടായിരുന്നു. അത് നമ്മക്ക് കമ്മിയാണ്. അപ്പൊ നമ്മക്ക് ഇഷ്ടം പോലെ ചെലവഴിക്കണ്ടേ, ആൾക്കാരും വേണ്ട, നമ്മളെ കൊണ്ട് ജീവിക്കാം. അതിനുള്ള വേറൊരു മാർഗം ഒരുക്കി. അങ്ങനെയാണ് ഇഷ്ടം പോലെ അങ്ങനെ ചെലവഴിക്കേണ്ടി വരുന്നത്. അതാണ് അതിന്റെ ഏറ്റവും താത്വിക വശം. അത് നമ്മൾ ആ സബീല് നമ്മൾ മറക്കരുത്, വിട്ടുപോകരുത്. ഇഷ്ടം പോലെ അല്ലാഹു തആല തരാനുള്ള ഒരു മാർഗം ബാപ്പയുടെ ഉമ്മയുടെ സബീല് നിലനിർത്താന്നുള്ളതാണ്. അങ്ങനെയുണ്ട് സഹോദരങ്ങളെ, നമ്മളെ പരിചയക്കാരിൽ തന്നെ അങ്ങനെയുണ്ട്. റബീഉൽ അവ്വൽ 12-ന് ബാപ്പ ആണ്ടിലേക്ക് പള്ളിയിലേക്ക് ഒരു ആട് കൊടുത്തു എന്ന് പറഞ്ഞ് ആ ആട് കൊടുത്തത് ബാപ്പ 10 കൊല്ലം നിലനിർത്തി. ഇന്ന് മക്കളെല്ലാവരും ഓരോരുത്തരും ഓരോ ആട് കൊടുത്ത് നിലനിർത്തിയത് കൊണ്ട് 3 ആളെയും ബിസിനസ് ദുബൈയില് ഏറ്റവും നല്ല ഹൈ ബിസിനസ് ആയിട്ട് ഇപ്പോഴും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. കാരണം ആ ബാപ്പാന്റെ സബീൽ ആ മക്കൾ അങ്ങനെ തന്നെ നിലനിർത്തി. അവര് തീരുമാനിച്ചു, ബാപ്പ ഒറ്റക്കല്ലേ ഒരാട് കൊടുത്തത്, നമ്മൾ ഓരോരുത്തരും കൊടുക്കാൻ മാർഗം സ്വീകരിച്ചു. ആ മഹല്ലത്തിൽ റബീഉൽ അവ്വലിന് ഉച്ചക്ക് നാട്ടുകാർക്ക് മൊത്തം ഭക്ഷണം വിളമ്പുന്നത് പഴയ കാലത്ത് ഉപ്പയുടെ ആടിന്റെ ഇറച്ചി ഉണ്ടായിരുന്നു. ഇപ്പൊ മക്കളാണ് ആ സ്ഥാനത്ത് ആട്ടിറച്ചി കൊടുക്കുന്നത്. അവരെ ബിസിനസ്സിൽ അല്ലാഹു തആല വർധന കൊടുക്കാണ്. കാരണം ഇവരെ കൊണ്ട് ജനങ്ങൾ ജീവിക്കല്ലേ. അപ്പൊ ആ മാർഗം നമ്മൾ വിട്ടുപോകരുത്. വബിൽ വാലിദൈനി ഇഹ്സാനൻ, മാതാപിതാക്കളോടുള്ള ബന്ധം അതങ്ങനെ നിലനിർത്തണം. വബിൽ വാലിദൈനി ഇഹ്സാനൻ വബിദിൽ ഖുർബ, കുടുംബം. മാതാപിതാക്കൾ എണ്ണീറ്റ് പിന്നെ അല്ലാഹു തആല കുടുംബം എന്ന് നേരെ തൊട്ടു താഴെ പറയുന്നത് ആരാണത് ഉദ്ദേശിക്കുന്നത്? സഹോദരങ്ങൾ, സഹോദരിമാർ, അവരുടെ മക്കൾ, അവരാണ് കുടുംബം. ഏട്ടനും അനിയനും പെങ്ങളും പെങ്ങന്മാരും അവരെ മക്കളും, അവരാണ് കുടുംബം എന്ന് പറഞ്ഞത്. അല്ല, കുടുംബം എന്ന് പറഞ്ഞാൽ നേരെ മക്കളിലേക്കല്ല, അതിന്റെ മുമ്പാണ് ഇവര്. കുടുംബം എന്ന തലത്തിൽ ആദ്യം എണ്ണുന്നത് സഹോദരി സഹോദരന്മാരെയും അവരെ മക്കളെയാണ്. പിന്നെയാണ് നമ്മളെ മക്കളും അതുപോലെ തന്നെ ഭാര്യയും ബന്ധുക്കളൊക്കെ കടന്നു വരുന്നത്. സഹോദരി സഹോദരന്മാരോട് അല്ലലും മലട്ടലും ഇല്ലാതെ നല്ല ബന്ധുവായിട്ട് മുന്നോട്ട് പോകണം. സ്നേഹബന്ധുവായിട്ട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. കാരണം എല്ലാ മക്കളെയും സ്വഭാവം ഒരുപോലെ ഇക്കോണമെന്നില്ല. ജ്യേഷ്ഠനായതുകൊണ്ട് ക്ഷമിക്ക, ഒന്നും പറയണ്ട, നമ്മളെ ജ്യേഷ്ഠനല്ലേ, പുറത്തു കൊടുക്ക, സഹിക്കന്നെ. ആ സഹനാണ് ഇപ്പത്തെ ആ ബന്ധത്തിന്റെ വില. സ്വന്തം സഹോദരനല്ലേ, അതെ സഹോദരനാണ്.
അതുകൊണ്ട് നമ്മൾ കുറവാക്കണ്ട, നമ്മളെ സഹോദരനല്ലേ, നമ്മൾ ക്ഷമിച്ചുകൊണ്ട് ആ ബന്ധം നിലനിർത്തുക. സ്വന്തം ജ്യേഷ്ഠനായതുകൊണ്ട്, സ്വന്തം അനിയനായതുകൊണ്ട് പണക്കാൻ പറ്റൂല. ബന്ധം അടുത്ത ബന്ധാണല്ലോ, തെറ്റാനും പറ്റൂല, ചോദിച്ചാൽ കൊടുക്കാതിരിക്കാനും പറ്റൂല. ഇനി കൊടുത്തിട്ട് കിട്ടാതിരുന്നാലോ അതിൻ്റെ വാക്കേറ്റം ഉണ്ടാക്കാനും പറ്റൂല. ക്ഷമിക്കന്നെ, വേറെന്താ മാർഗം? സഹിക്കന്നെ, നന്മക്ക് വേണ്ടി. ആ സഹനത്തിനും ക്ഷമക്കും പകരം അല്ലാഹു തആല തരും. പക്ഷേ സഹോദരീ സഹോദരങ്ങളോടുള്ള ബന്ധം നല്ല നിലക്ക് തന്നെ നിലനിർത്തേണ്ട ഒരു ബന്ധമാണ്. സഹോദരീ സഹോദരങ്ങളോടുള്ള ബന്ധം, അവർക്കൊരു ബഹുമാനം അല്ലാഹു തആല നൽകുന്നുണ്ട്. ബാപ്പ ഇല്ലെങ്കിൽ ബാപ്പാന്റെ സ്ഥാനത്ത് വിശുദ്ധ ഇസ്ലാം നേർക്ക് നേരെ സ്ഥാനം കൊടുക്കുന്ന ആളാണ് മൂത്ത കാരണൂല്, ജ്യേഷ്ഠൻ. അൽ അഖുൽ കബീറു ബിമൻസിലത്തിൽ ഉമ്മി മൻസിലത്തിൽ അബി. മൂത്ത ജ്യേഷ്ഠൻ ബാപ്പാന്റെ സ്ഥാനത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മി, ഉമ്മാന്റെ സഹോദരി ഉമ്മാന്റെ സ്ഥാനത്താണ്. ഉമ്മാന്റെ സഹോദരിക്ക് ഉമ്മാന്റെ സ്ഥാനമുണ്ട്. ഉമ്മാന്റെ ജ്യേഷ്ഠത്തി അനുജത്തി അവരെ ബന്ധം പുലർത്തേണ്ടതും സഹായിക്കേണ്ടതും ഉമ്മയെ പരിഗണിക്കും പോലെ പരിഗണിക്കേണ്ട മഹൽ വ്യക്തിത്വങ്ങളുമാണ് ഉമ്മാന്റെ സഹോദരിമാർ. ഉമ്മാന്റെ സ്ഥാനമാണ് അവർക്കുള്ളത്. ഉമ്മയെ കാണുമ്പോ എന്തെല്ലാം ബഹുമാനങ്ങൾ ചെയ്യും, ആ ബഹുമാനങ്ങളൊക്കെ അവരോടും വേണം. ഉമ്മയുടെ കാര്യങ്ങൾ നിറവേറ്റുന്നത് പോലെ ഉമ്മാന്റെ സഹോദരിമാരുടെ കാര്യങ്ങളും നമ്മൾ നിറവേറ്റേണ്ടതുണ്ട്. സ്വന്തം ഉമ്മാക്ക് ചെലവ് കൊടുക്കും പോലെ ഉമ്മാന്റെ സഹോദരിക്കും ചെലവ് കൊടുത്ത് വീട്ടിൽ താമസിപ്പിച്ചിരുന്ന മഹാനാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വീടില്ല അവർക്ക്, ഉമ്മാന്റെ സഹോദരിക്ക് വീടില്ല. ഇതന്നെ നിങ്ങളെ വീട്, ഇവിടെ നോളി തന്നു. നമ്മൾ കുറച്ചേരം നിന്നിട്ട് ഇനി എന്താ വീടുണ്ടാക്കുക വെച്ചൂലേ, വേറെ വീടുണ്ടാക്കണ്ട. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ സഹോദരിയോട് പറഞ്ഞു, വേറെ വീടുണ്ടാക്കണ്ട, ഇവിടെ നിന്നോളൂ. ആ സഹോദരിയുടെ മകനാണ് മിസ്തഹ് ബിൻ ഉസാസ് റളിയല്ലാഹു അൻഹു. അവർ നിൽക്കുന്നത് ആ വീട്ടിലാണ്. രണ്ടുപേർക്കും ചെലവ് കൊടുക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താ ഒരു ബന്ധം! പക്ഷേ ആ ബന്ധം എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങളിൽ നിന്ന്, സഹോദരിമാരിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന്, ബാക്കിയുള്ള കുടുംബക്കാരെ കൂട്ടിക്കോളും, എളാപ്പ മുത്താപ്പാരൊക്കെ, എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിക്കുമ്പോ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ക്ഷമിക്കാനുള്ള ബന്ധമാണ് വലിയ ബന്ധം. അങ്ങനെയാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ പൊതുവേ ആൾക്കാർ പറയുന്നത്, വേറെ ആരെങ്കിലും എന്നോട് ചെയ്താൽ എനിക്ക് അത്ര പ്രശ്നമല്ലേന്നു. നമ്മളെ സ്വന്തക്കാരനെ എങ്ങനെ ചെയ്താൽ പിന്നെ പുറത്തുള്ള ആൾക്കാരെ നമ്മളെങ്ങനെയാണ്? സ്വന്തക്കാരിൽ നിന്നാണ് ബുദ്ധിമുട്ടുണ്ടാകുക. നമ്മളെന്താ കരുതി പുറത്തുള്ള ആൾക്കാരിൽ നിന്നാണ് ബുദ്ധിമുട്ടുണ്ടാകുക? അല്ല, സ്വന്തക്കാരിൽ നിന്നാണ് വിഷമങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കുക. അത് സഹിക്കലാണ് ശരിയായ ബന്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും കടുത്ത വിഷമം അനുഭവിച്ചത് ഉഹുദിലാണ് എന്ന് കരുതിയിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ച, നബിയെ, ഉഹുദിനേക്കാളും പ്രതിസന്ധി ഉള്ള വല്ല ദിവസം ഉണ്ടായിട്ടുണ്ടോ? ഉഹുദിൽ എന്തെല്ലാം പ്രതിസന്ധി! അവിടുത്തെ മുൻപല്ല് പൊട്ടി, പല്ല് ഷഹീദായത് ഉഹുദിലാണ്. നെറ്റിയിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങി ഇബ്നു ഖംഅത്തിന്റെ ഏറുകൊണ്ട് കുറെ സ്വഹാബിമാര് തുണിയെടുത്ത് ഒപ്പി നോക്കി, രക്തം നിന്നില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ രക്തം ഇങ്ങനെ ഒലിക്കുന്നത് കണ്ടപ്പോ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് ഈത്തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ ഒരു പായന്റെ ഭാഗം എടുത്ത് കരിച്ച് അതിന്റെ ചാരം കൊണ്ടുവന്ന് ഒട്ടിച്ച ശേഷമാണ് രക്തം നിലച്ചത്. അത്രയും പ്രയാസമുള്ള ഒരു സംഗതി ബദറിൽ ഉണ്ടായിട്ടില്ല, ഹുനൈനിൽ ഉണ്ടായിട്ടില്ല, ഖന്തഖിൽ ഉണ്ടായിട്ടില്ല, വേറെ എവിടെ ഉണ്ടായിട്ടില്ല. ഒരു ഏറ് കൊണ്ടിട്ടല്ലേ അവിടുത്തെ കൈവരിൽ നിന്ന് രക്തമൊലിച്ചത്. എന്തെല്ലാം പ്രയാസങ്ങളാണ് ഉഹദിലുണ്ടായത്. തങ്ങൾ നോക്കി നിൽക്കല്ലേ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മാറ് പിളർത്തിയിട്ട് കരള് പുറത്തെടുത്ത് ചവച്ച് തുപ്പിയത് ഹിന്ദെന്ന് പറയുന്ന സഹോദരി. സഹിക്കാൻ പറ്റാത്തൊരു സംഗതിയായിരുന്നില്ലേ അതൊക്കെ? ഉഹദിനേക്കാളും പ്രതിസന്ധിയുള്ള ദിവസം ഉണ്ടോ? ഉണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഉഹദൊന്നുമല്ല എനിക്ക് പ്രതിസന്ധി. അബൂ ത്വാലിബും ഖദീജ റളിയല്ലാഹു അൻഹയും 3 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ വഫാത്തായപ്പോ എന്റെ കുടുംബം എന്ന് കരുതിയിട്ട് ഞാൻ ത്വായിഫിലെ അബ്ദു യാലീൽ ഇബ്നു കുലാൽ ആ കുടുംബത്തിലേക്ക്, അഥവാ റബീഅത്തിന്റെ മക്കളായ ഉത്ബയിലേക്കും ഷൈബയിലേക്കും ഞാൻ പോയി. അവര് ചെറിയ കുട്ടികളെ കയ്യിൽ കല്ല് കൊടുത്തിട്ട് എന്നെ എറിയിപ്പിച്ചു. അങ്ങോട്ട് അടുക്കാൻ എന്നെ അയച്ചില്ല. എനിക്ക് ഏറ്റവും വലിയ സങ്കടം അന്നായിരുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ കുടുംബത്തിനെതിരെ ദ്വാരുന്നോ തങ്ങൾ? ഇല്ല. വിട്ടുവീഴ്ചയും ക്ഷമയല്ലേ തങ്ങൾ നടത്തിയത്? നടക്കാൻ കഴിയാതെ തങ്ങൾ ഇരുന്നു. രണ്ട് കൈയും നിലത്ത് വെച്ച് പതുക്കെ 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 ഒരു മുന്തിരിത്തോട്ടം, ആ മുന്തിരിത്തോട്ടത്തിലേക്ക് തങ്ങൾ കയറിയിരുന്നു, അല്പം തണലുകൊണ്ട് വിശ്രമിക്കാൻ വേണ്ടി. മുന്തിരിത്തോട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് റബിയത്തിന്റെ മക്കൾക്ക് ചെറിയൊരു അലിവ് വന്നത്. നമ്മളെ കുടുംബക്കാരനല്ലേ, നമ്മൾ കൂക്ക് വിളിപ്പിച്ചു, മറ്റുള്ളവരെ കൊണ്ട് കല്ലെറിയിപ്പിച്ചു, ശരിയാണ്. എത്ര വിഷമം അനുഭവിച്ചു, കാലിൽ നിന്ന് രക്തം പൊടിഞ്ഞു വീണു, വളരെ വളരെ പ്രയാസപ്പെടുത്തിയില്ലേ. എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊണ്ടുപോയി എടുക്കല്ലേ എന്ന് അവർക്ക് തീരുമാനമായിട്ടാണ് അദ്ദാസിന്റെ കയ്യിൽ ഒരു പാത്രത്തിൽ മുന്തിരി കൊടുത്തയച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഒരു അലിവ് തോന്നിയിട്ട് അവരെ കുട്ടികളെ ഏറിന്റെ ഊക്ക് കൊണ്ടാണ് സെയ്ദ് ഇബ്നു ഹാരിസന്റെ തല പൊട്ടിയത്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് തങ്ങൾ പറഞ്ഞു, സെയ്ദേ, എന്നെ കാത്തു നിൽക്കാതെ മലഞ്ചെരുവിന്റെ ഇടവഴികളിലൂടെ നിങ്ങൾ മക്കയിലേക്ക് പോകണം, ഞാൻ അങ്ങോട്ട് എത്തിക്കൊള്ളും. തങ്ങളിങ്ങനെ വിശ്രമിക്കുന്ന സമയത്തല്ലേ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിച്ചത്, അല്ലാഹു തആല ഈ കാണുന്ന രണ്ട് മലകളുടെ ചുമതലയുള്ള മലക്കുകളെയാണ് എന്റെ കൂടെ അയച്ചിട്ടുള്ളത്. തങ്ങൾ ഒന്ന് സമ്മതിക്കുകയാണെങ്കിൽ ആ രണ്ട് മലകളും ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ പിന്നെ ത്വായിഫ് ഇല്ല. പിന്നെ ത്വായിഫ് എന്ന് പറയുന്ന നഗരം ചരിത്രത്തിൽ കാണാൻ കഴിയൂല. ഒരൊറ്റ കുട്ടിയും പിന്നെ ഭൂമി ലോകത്ത് ത്വായിഫുകാരുണ്ടാകൂല. തങ്ങൾ പറഞ്ഞു, വേണ്ട, കുടുംബ ബന്ധത്തിന്റെ വിലയാ തങ്ങളെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത്. വേണ്ട, അവരറിവില്ലാത്തവരല്ലേ, അവര് പഠിച്ചറിഞ്ഞ് അവരിൽ നിന്നോ അവരെ താവടിയിൽ നിന്നോ ആരെങ്കിലൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആൾക്കാർ വന്നാൽ ഇതിനേക്കാളും വലിയ ആശ്വാസം അതല്ലേ. തങ്ങൾ വേണ്ടാന്നല്ലേ പറഞ്ഞത്. അന്നാണ് ഞാൻ ഏറ്റവും പ്രയാസം അനുഭവിച്ചത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബങ്ങളിലുള്ള പ്രയാസം അത് സഹിച്ച് തരണം ചെയ്തു, മാപ്പ് കൊടുത്തു. ഷൈബത്തിന്റെ മക്കൾക്കെതിരെ തങ്ങൾ ദ്വാരുന്നില്ല. റബിയത്തിന്റെ മക്കൾക്കെതിരെ തങ്ങൾ ദ്വാരുന്നാൽ ഒരൊറ്റ നാം എന്ന വാക്ക് മതി അവർ മുഴുവനും തരിപ്പണമായി പോകാൻ. പകരം അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് അനുകൂലമായിട്ടാ ദ്വാരുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹിക്കാൻ കഴിയാത്ത വലിയ പ്രയാസമാണ് കുടുംബത്തിന് വേണ്ടി സഹിച്ചത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി അപവാദ പ്രചരണം നടത്തിയ മുനാഫിക്കുകളുടെ ആ പറച്ചില് കേട്ട് ചിരിച്ചു കൊടുത്ത ആളാണ് സ്വന്തം ഉമ്മാന്റെ സഹോദരിയുടെ മകനായ മിസ്തഹ് ഇബ്നു ഉസാസ് റളിയല്ലാഹു അൻഹു. 40 ദിവസം കഴിഞ്ഞിട്ടാണ് ആയിഷ ബീവിയുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയിട്ട് അള്ളാഹു ഖുർആനിലൂടെ ആയത്തുകൾ ഇറക്കുന്നത്. 1-2 ആയത്തല്ല, 18 ആയത്തുകളാണ് ഒറ്റ വിഷയത്തിൽ ഇറങ്ങിയത്. ആയിഷ റളിയല്ലാഹു അൻഹ വിശുദ്ധ വനിതയാണ്. മഹദിക്ക് യാതൊരു പാകപ്പിഴവുമോ ദോഷത്തിന്റെ എന്തെങ്കിലും കാര്യമോ ആയിഷ ബീവിക്ക് സംഭവിച്ചിട്ടില്ല. അല്ലാഹു തആല ആയത്തിറക്കി. ഈ വിഷയത്തിൽ അകപ്പെട്ട ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദടിച്ചു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അതിൽ കുടുങ്ങിയിട്ടുണ്ട്. ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ എന്ന സ്വഹാബി വനിത കുടുങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിൽ സിദ്ദീഖ് തങ്ങൾ കേൾക്കുന്നു, സ്വന്തം വീട്ടിൽ സ്വന്തം ചെലവിൽ കഴിയുന്ന ഉമ്മാന്റെ സഹോദരിയുടെ പുത്രൻ മിസ്തഹ് റളിയല്ലാഹു അൻഹു കുടുങ്ങിയിട്ടുണ്ട്. 160 അടി അടിച്ചു. 80 അടി സാധാരണക്കാർക്കാണ്, ഇത് ഹൈ പവർ ആൾക്കാരാണ്, ശിക്ഷ ഡബിളാ. അത് പറഞ്ഞാലും അങ്ങനെ തന്നെ കേട്ടോ. ആലിമീങ്ങളെ പറയുന്ന ഗീബത്തിന് ശിക്ഷ കൂടുതലാണ്. അത് കബീറത്താണ്, വൻകുറ്റാണ്. തൗബല്ലാതെ അല്ലാഹു പൊറുക്കൂല. സാധാരണക്കാരനെ പറയുന്ന ആ ഗീബത്താണ് സഗീറത്ത്, ചെറിയ കുറ്റം എന്ന് പറഞ്ഞത്. എന്റെ വകല്ല, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ഫത്തുൽ മുഈൻ എഴുതിയത്. എന്റെ കണ്ണ് നോക്കി മൂല്യന്മാരെ സ്ഥാനം മൂല്യര് പറയാൻ എഴുതണ്ട, അങ്ങനെ കിതാബിലുള്ളത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. മൂല്യന്മാരെ പറയാൻ നിൽക്കണ്ട, അത് കുറച്ച് ഡിഗ്രി കൂടുതലുള്ളതാണ്, ഉള്ളത് കുറച്ച് നല്ലോണം കൊടുക്കേണ്ടി വരും അവിടെ എത്തുമ്പോൾ. അല്ലെങ്കിൽ തന്നെ എണ്ണി ചുട്ടാൽ ഏതോ 1-2 നിസ്കാരം ഉണ്ടാവും, കിട്ടുകയാണെങ്കിൽ കിട്ടുക. ഏതോ 1-2 നോമ്പ് ഉണ്ടാവും, ഷർത്തും ഫർളും സുന്നത്തൊക്കെ ഒത്തത്. അതന്നെ കൊടുക്കാനാ വിധിക്കപ്പെട്ടെങ്കിൽ പിന്നെ എന്താ കയ്യിലുണ്ടാകും? ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് റേഞ്ച് കൂടിയ സംസാരം വേണ്ട, അത് ഇല്ലാതിരിക്കാൻ നല്ലത്. ഉള്ളതൊക്കെ പോകും. ഇനി ദുന്യാവും തന്നെ പൊരുത്തപ്പെടിക്കാനാണെങ്കിൽ അവരെ പൊരുത്തപ്പെടിച്ചിട്ട് വേണ്ടേ നമ്മളെ തൗബ ശരിയായ രൂപത്തിലാകാൻ. അതിനെല്ലാവരുടെ അടുത്ത് പോകാൻ കഴിയോ? എല്ലാ ആലിമീങ്ങളടുത്തും മറ്റും ഗ്രൂപ്പ് തിരിച്ചും തിരിയാതെ ആരും ഒന്നും പറയാൻ നിൽക്കണ്ട. ആലിമീങ്ങൾ അവരെ സബീലിൽ വിട്ടേക്ക്. വല്ല അഭിപ്രായങ്ങളും പറയാണ്ടോ നേരിട്ട് ചെന്നോളി. വണ്ടി വാഹനമൊക്കെ എല്ലാവർക്കും ഇല്ലേ, എന്നിട്ട് പോയി പറഞ്ഞോളി. എന്തിനാ വെറുതെ ഇങ്ങനെ കാർന്ന് നിന്നാ നിൽക്കണ്? ആരെയും പറയണ്ട, ഒരു തങ്ങളെയും പറയണ്ട, രാഷ്ട്രീയത്തിന്റെ പേരിലും പറയണ്ട, അല്ലാതെയും പറയണ്ട. അങ്ങനെയാണ് ഇസ്ലാമിന്റെ നയം. നമ്മൾ അങ്ങനെ സ്വീകരിക്കേണ്ടത്. നമ്മളെ ജീവിതം അങ്ങനെ പറഞ്ഞു തോൽക്കാനുള്ളതല്ല.
വല്ലതും അഭിപ്രായങ്ങൾ പറയാണ്ട് നിങ്ങൾ വണ്ടി കയറിക്കോളി, കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്, ഞാനത് പറയാൻ വേണ്ടി വന്നാണ്, ഞാൻ ഇവിടുന്ന് പറയണ്ടെന്ന് എഴുതിയിട്ടാണ്. ആ സന്തോഷം, ഓലത് കേട്ടോളൂ. ഇതിനെ നമ്മളിങ്ങനെ ഇടങ്ങേറായി ബുദ്ധിമുട്ടായി നിൽക്കുന്നത്. അപ്പൊ അതിൽ ചിരിച്ചു കൊടുത്തു എന്നുള്ള പോയിന്റിലാണ് 160 അടി കിട്ടിയത്. വിഷയത്തിന്റെ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കി. പറഞ്ഞിട്ടില്ല, നാവുകൊണ്ട് പറഞ്ഞിട്ടില്ല, മറ്റോല് പറഞ്ഞ കേട്ട് ചിരിച്ചതാ. ആര്? ബഹുമാനപ്പെട്ട മിസ്തഹർ റളിയല്ലാഹു അൻഹു. സ്വന്തം വീട്ടിൽ ചെലവിൽ കഴിയുന്ന ഉമ്മാന്റെ സഹോദരിയുടെ മകനും ഇതിൽ കുടുങ്ങി എന്ന് പറയുമ്പോ എത്ര സങ്കടം ഉണ്ടാവും സിദ്ദീഖ് തങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി അത് സാധാരണ ഒരു കേസല്ലല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സങ്കടം സഹിക്കാൻ കഴിയാതെയാണ് വീട്ടിൽ വന്നിട്ട് പറഞ്ഞത് മിസ്തഹർ റളിയല്ലാഹു അൻഹുവിനോട്, ഉമ്മാനോട്, നിങ്ങൾ വീട് വിട്ടു പോകണം, നിങ്ങൾ ഇനി ഇവിടെ താമസിക്കരുത്, നിങ്ങൾക്ക് ചെലവില്ല. സഹിക്കാൻ കഴിയണ്ടേ സങ്കടം? നമ്മൾ സങ്കല്പിക്കും പോലല്ല. നമ്മളൊരു വാക്കന്നെ എത്ര കൊല്ലാ കൊണ്ടെടുക്കണ പല ആൾക്കാരും. ഒന്നും കാട്ടിയിട്ടൊന്നുമില്ല, ഒരു വാക്ക് നമ്മളോട് ഡയറക്റ്റ് പറഞ്ഞല്ല, ആരോടോ പറഞ്ഞ. ഈ വിഷയത്തിൽ ശിക്ഷിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോ സിദ്ദീഖ് തങ്ങൾക്ക് വലിയ സങ്കടമായിട്ട് അവരോട് പോകാൻ പറഞ്ഞു. അങ്ങനെ അവര് വീട് വിട്ട് കെട്ടുംപാണ്ടൊക്കെ എടുത്ത് പോകാണ്. വീടില്ല, എവിടെ പോയി അധ്വാനിക്കാനോ ജോലിയില്ല. രണ്ടുപേരും പോകുമ്പോഴാണ് അല്ലാഹു തആല ആയത്തിറക്കി സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളെ കുടുംബല്ലേ? കുടുംബാണ്. നല്ല ആൾക്കാരല്ലേ? നല്ല ആൾക്കാരാണോല്. മുഹാജിരീങ്ങളിൽപ്പെട്ട ആളല്ലേ? മുഹാജിരീങ്ങളിൽപ്പെട്ട ആളാണ്. ഒന്ന് പുറത്തു കൊടുത്ത് വിട്ടുവീഴ്ച ചെയ്ത് മാപ്പ് കൊടുത്തൂടെ? നിങ്ങൾക്കും അല്ലാഹു തആല പുറത്തു വരുമല്ലോ. സിദ്ദീഖ് തങ്ങൾ ആ ആയത്ത് കേട്ട ഉടനെ, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു തആല നിങ്ങൾക്കും പുറത്തു വരൂലേ, അതല്ലേ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് കേട്ട ഉടനെ തന്നെ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു. തിരിച്ച് അവരെ പോകുന്ന വഴിയിൽ നിന്ന് രണ്ടാളെയും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. നിങ്ങളിഞ്ഞ് പോകാൻ പാടില്ല, എന്റെ വീട്ടിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. മാപ്പ് കൊടുത്തു. 1 മണിക്കൂർ പോലും വാടക വീട്ടിൽ താമസിച്ചിട്ടില്ല, വേറെ എവിടെങ്കിലും പോയി ജോലി അന്വേഷിച്ചിട്ടില്ല. നിങ്ങൾ എന്റെ വീട്ടിൽ തന്നെ നിന്നോളൂ, ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നു. അല്ലാഹു തആല എനിക്ക് മഗ്ഫിറത്ത് തരും എന്നാണ് അല്ലാഹു തആല പറഞ്ഞെങ്കിൽ അതിനേക്കാളും വലുത് വേറൊന്ന് കിട്ടാല്ല എനിക്ക്. നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നാൽ അല്ലാഹു എനിക്ക് പൊരുത്തപ്പെട്ടു തരും. നമ്മളെ കുടുംബങ്ങളിൽ നിന്നുണ്ടാകുന്ന വൈകല്യങ്ങൾ നമ്മൾ മാപ്പായി കൊടുത്താലേ ഇസ്തിഗ്ഫാറും ചെല്ലേണ്ട എളുപ്പം അല്ലാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരും. അത് പൊരുത്തപ്പെട്ടു കൊടുക്കാനാണ് മനസ്സിനെ പാകപ്പെടുത്തേണ്ടത്. സംഗതി അയാളാ പറഞ്ഞ വാക്ക് എത്ര കറക്റ്റ് ഓർമ്മ ഉണ്ടാവും, എത്ര പ്രായമായാലും ഓർമ്മ ഉണ്ടാവും. വയസ്സ് 86 ആയാലും നല്ല ഓർമ്മശക്തിയാന്ന് പറയും. ഓർമ്മശക്തി കൂടുതലായിട്ടല്ല, അത് ഈ വിഷയം എങ്ങനെ ആയതുകൊണ്ടോ ഓർമ്മശക്തി കൂടുതലുണ്ടെങ്കിൽ യാസീൻ ചോദിച്ചു നോക്കി, തെറ്റാതെ ഓതാൻ കഴിയൂല. അത് ഈ വിഷയം എങ്ങനെ ഗൗരവമായിട്ടാണ് ആ വാക്ക് അങ്ങനെ ഓർമ്മ. അത് പുറത്തു കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. പൊരുത്തപ്പെട്ടു കൊടുത്താൽ പിന്നെ അതിങ്ങനെ ഏക്കട്ടി വരാൻ പാടില്ല. വല്യഅഫു വല്യസ്ഫഹു, രണ്ടെണ്ണാണ് അല്ലാഹു പറഞ്ഞത്. വിട്ടുവീഴ്ച ചെയ്യണം, വല്യസ്ഫഹു, നിങ്ങളെ മനസ്സിന്ന് അത് ഒഴിവാക്കണം, ഡിലീറ്റ് ചെയ്യണം. പിന്നെ അത് മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ പാടില്ല, മനസ്സ് കാലിയാക്കണം. അള്ളാഹു പൊരുത്തപ്പെട്ടു തരും. അള്ളാഹു പുറത്തു തരുമെങ്കിൽ എന്താ പോൽക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണേന്? ഉമ്മാന്റെ സ്വന്തം സഹോദരിയെ പോയി വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തിയിട്ട് പറഞ്ഞു, ലാ അൻസി മിൻഹുമാ അബദൻ, അവരെ ചെലവ് ഒരു കാലത്തും ഞാൻ ഒഴിവാക്കൂല, ഞാൻ എന്നും ഓൽക്ക് ചെലവ് കൊടുക്കും. കണ്ട ആ ബന്ധം സുദൃഢമാക്കിയത്, കുടുംബക്കാരിൽ നിന്നുണ്ടായ വേദനിപ്പിക്കുന്ന രംഗങ്ങൾക്ക് മാപ്പ് കൊടുത്തത് നമുക്ക് മാതൃകയാണ്. നമ്മളൊരു ചാന്റെ പേരിലായിരിക്കും ഒരു പക്ഷേ കുശുമ്പ് കാട്ടി നിൽക്കുന്നത്. ആ ചാണ് അയാൾക്കും കിട്ടൂല, നിങ്ങൾക്ക് നമുക്കും കിട്ടൂല, നമ്മളാണ് മരിച്ചു. നമ്മളൊരു അയൽവാസി ഉണ്ടായിരുന്നു. ബാപ്പാനോട് നമ്മൾ പറയിപ്പ അയൽക്കാരന് ഇങ്ങനെ ഓരോ കൊല്ലം മതിലിങ്ങനെ കെട്ടുണ്ട്, മതിൽ കഴിഞ്ഞൊല്ലം കിട്ടിയതാ, അതാ അവിടെയാണ്, കൊല്ലം കുറച്ചുകൂടി ഇങ്ങോട്ട് ഒരു ചാണ് ഇങ്ങോട്ടാണ്. ബാപ്പ പറയും, മക്കളെ തർക്കിക്കാൻ നിൽക്കണ്ട, ഭൂമിയല്ലേ, ഭൂമി ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടും. മൂപ്പര് കെട്ടിയിട്ട് ബാക്കി എത്ര ഉണ്ടോ നമ്മക്കത് ഉപയോഗിക്കാം. അവിടെ കെട്ടാലോ, ദയവായിട്ട് നമുക്ക് അവിടെ കൃഷിയൊക്കെ നടത്താലോ. മൂപ്പര് എത്ര കെട്ടിയാലും ഈ ദുനിയാവെന്ന് മൂപ്പര് ജീവിക്കുന്ന കാലത്തോടെ ഉപയോഗിക്കുള്ളൂ, അത്രേ ഉള്ളൂ. ഖബറിലേക്ക് കൊണ്ടുപോകല്ലോ, ഭൂമിയോടെ ഉണ്ടാവില്ലേ, വിഷമിക്കണ്ടോട്ടെ, കെട്ടിക്കോട്ടെ, അതിന്റെ പേരിൽ ഒരു വർത്താനം ഉണ്ടാക്കണ്ട. ഒരു ചാൺ ഭൂമിന്റെ പേരിലാ കുടുംബം രണ്ടായി കിടക്കുന്നത്. ഒരു ചെറിയ അതിര് തർക്കം ഉണ്ടായോ അല്ലേ സംശയമാണ്. പഞ്ചായത്ത് നാളൊക്കെ വന്നിന്ന് അളന്നു നോക്കുമ്പോ സംഗതി പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, എപ്പോഴും മനസ്സിൽ സംശയമാണ്. പഞ്ചായത്ത് നാള് വന്നു, മേൽഘടകത്തുനിന്ന് വന്നു, സംസ്ഥാന തലത്തുനിന്ന് വരെ ആള് വന്നു, അളന്നു, അളവോടളവ് അളന്നു, അളന്നിട്ട് കൃത്യമാണ്, അപ്പുറത്തൊന്നും കൂടെ ആയിട്ടൊന്നുമില്ല, റെഡിക്ക് തന്നെ മതിലോ കെട്ടിയത്. എന്നാലും നമ്മളെ മനസ്സിൽ ആശങ്ക, എന്നാലും ആ മതിൽ ശരിയല്ലേ, പൊളിക്കണം.
എന്തിനാണ് അവിടെ നിന്നോട്ടെ, ഒരു ചെറിയ ഒരു ചാണ് ഭൂമിക്ക് വേണ്ടി എന്തിനാ ഒരു ബന്ധം വെറുതെ വഷളാക്കണത്? എന്തിനാ അതിന്റെ ആവശ്യം? അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് വിട്ടുവീഴ്ച ചെയ്യാനേ ഉള്ളൂ. ആരും കൊണ്ടുപോകൂല സഹോദരങ്ങളെ, ആരും കൊണ്ടുപോകൂല. എല്ലാവർക്കും കണക്കാക്കിയ ഭൂമി പള്ളിക്കാട്ടിൽ റിസർവ് ചെയ്തിട്ട് മരിച്ചു കൊടുത്താൽ മതി, അവിടെ കൊണ്ടേക്കും. അതിലപ്പുറം ഒന്നും കിട്ടൂല. ഞമ്മക്ക് ആ കണക്കാക്കിയ സ്ഥലത്തെ കുറച്ച് ഏറെ കബർ ആരെങ്കിലും ഊഹിച്ചു തരുമോ? ഇല്ലല്ലോ. ഒരാൾക്കുള്ള കണക്കനുസരിച്ച് രണ്ടാൾക്കുള്ള കബർ ഒരാൾക്ക് ഊഹിച്ചു തരുമോ? അതിനാരാ സമ്മതിച്ചു കൊടുക്കാം? രണ്ടാളെ വീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ഇരിക്കാനും കിടക്കാനും ഉയരാനൊക്കെ പാകത്തിനൊരു വിശാലമായ കബർ രണ്ടാളും കിടക്കാൻ പറ്റിയ മലം നടക്കാൻ പറ്റിയ കുഴിക്കോ? കുടിക്കൂല. ചെരിച്ചു വെക്കാൻ പറ്റിയ ഒരു സ്ഥലം, ഒന്ന് ചെരിഞ്ഞു കടന്നാൽ വലത്തെ ഭാഗത്തേക്ക് കടത്താൻ പറ്റിയ ഒരു സ്ഥലം, മലർന്നു കടന്നാൽ രണ്ട് കൈയും മേലെ വെച്ചാൽ തന്നെ ഇടുങ്ങിക്കിടക്കുന്ന ഒരു ചെറിയ കുഴി, അതല്ലേ നമുക്ക് കണക്കാക്കപ്പെട്ടത് ഈ ദുനിയാവില്. പിന്നെന്തിനാ ഇത്രയും തർക്കങ്ങളും പണക്കങ്ങളൊക്കെ? വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചോ, ഇനി അയാൾ തിരുത്തൂലെങ്കിൽ നമ്മൾ അയാളെ നന്നാക്കാനുള്ള മാർഗം മാപ്പ് ചെയ്തു കൊടുക്കുക എന്നാണ്. അങ്ങനെ എന്റെ മാർഗം, അതാ നല്ല മാർഗം. നമ്മളെ മൂത്താപ്പ മരിച്ചുപോയി, ഹജ്ജോ കഴിഞ്ഞു വന്നിട്ടാ മരിച്ച്. നല്ല റായത്തില് ഹജ്ജിന് പോകാൻ കഴിയുമെന്നൊക്കെ ഞങ്ങൾ സംശയിച്ചിരുന്നു. കാൽമുട്ടിന് അത്രയും വലിയ വേദനയാണ്. പക്ഷെ മൂത്താപ്പ പറഞ്ഞു ഹജ്ജിന് അടുത്ത് നോക്കുമ്പോൾ വേദന ഒന്നും അറിഞ്ഞില്ല, ഞാൻ നടന്നിട്ട് തന്നെ ഒക്കെ ചെയ്തു പറഞ്ഞു. നമ്മൾ അതിശയിച്ചു പോയി. ഒരു കാലിങ്ങനെ പതുക്കെ ഇങ്ങനെ ബലം പിടിച്ചിട്ട് അവിടെ നിന്നൊക്കെ നടക്കല്. അവിടെ എത്തിയപ്പോ മുപ്പര് പറഞ്ഞു ഞങ്ങൾ ഉഷാറായിട്ട് നടന്നു, വീൽ ചെയറൊന്നും വേണ്ടി എന്തില്ലായിരുന്നു. അള്ളാഹുത്താല മൗഫറത്തും റഹ്മത്തും ഏറ്റി കൊടുക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ച എല്ലാ മരിച്ചുപോയ ബന്ധുക്കൾക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഖബറിടം അള്ളാഹു സ്വർഗമായി കൊടുക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് മൂത്താപ്പാനെ കാണാൻ വേണ്ടി നമ്മൾ ചെന്നു, ഞാനും ജ്യേഷ്ഠനൊക്കെ ചെന്നു. ബാപ്പ ഇല്ലെങ്കിൽ പിന്നെ ബാപ്പാന്റെ സ്ഥാനത്ത് എന്ത് ചോദിക്കാനും പറയാനൊക്കെ ഉള്ള മൂത്താപ്പല്ലേ. മൂത്താപ്പാനെ കാണാൻ വേണ്ടി ചെന്നു. വലിയ അസുഖമൊന്നുമില്ല, ചെറിയ വേദനകളൊക്കെ ഉള്ളു. മൂത്താപ്പാനോട് ചോദിച്ചു, മൂത്താപ്പ പഴയ കാലത്തെ കന്നച്ചവടക്കാരനാണ്, ചന്തയിൽ കന്നിറക്കിയിട്ട് അങ്ങനെ കച്ചവടം ചെയ്തു. അപ്പൊ മുത്താപ്പ ആർക്ക് എന്തെങ്കിലും കൊടുക്കാണ്ടോന്ന് ചോദിച്ചു. വെറുതെ ചോദിച്ചതാ. മുത്താപ്പ പറഞ്ഞു കൊടുക്കാനുള്ള കണക്ക് കുറച്ചുണ്ടായിരുന്നു, അത് ഹജ്ജിന് പോണതിന് മുമ്പ് കൊടുത്താണ് വീട്ടിൽ. കുറച്ച് സ്ഥലം വിറ്റിട്ട് ആൾക്കാർക്ക് അത് കൊടുത്തു. ഇനിയിപ്പോ ആ കണക്കൊന്നും ബാക്കിയില്ല. എഴുതിച്ചയിൽ എവിടെ ഇല്ല, എന്റെ ഓർമ്മയിലും ഇല്ല. ഇനി ഉണ്ടോ എന്നുള്ളത് എനിക്ക് വേറെ അറിയൊന്നുമില്ല. ആരും ഒന്ന് ചോദിച്ചാലും കൊടുക്കാനുള്ള സ്വത്തൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു മൂത്താപ്പ കിട്ടാണ്ടോ? കിട്ടാൻ ഒരുപാടുണ്ട് മക്കളെ, ഒരുപാടുണ്ട്. എത്ര ഉണ്ടാവും? 10-15 ലക്ഷം ഉണ്ടാവും കിട്ടാന്. അപ്പൊ ഇനി അത് കിട്ടാനുള്ള കണക്കൊക്കെ ഞാൻ ഇനി അത് നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അവരാണെങ്കിൽ ഇത് തരൂല്ല, എന്നെ കൊണ്ട് ഒരു കുടുങ്ങും വേണ്ട, ഞാനത് പൊരുത്തപ്പെട്ടു കൊടുത്തു. പറയാൻ കഴിയോ നമുക്ക്? നമ്മളെ ആൾക്കാരെങ്ങനെ പറയാം? പൊരുത്തപ്പെട്ടു കൊടുത്താൽ പിന്നെ പരലോകത്ത് എന്താ ഉണ്ടാകുക? അവിടുന്ന് പിടിച്ച നമുക്ക് ഡിഗ്രി മൂർച്ചയിലായി നമ്മൾ പറയുന്നത്. പൊരുത്തപ്പെട്ടവർ കൊടുത്താൽ നമ്മൾ കുറവായില്ല, നമ്മൾ കുറവാവൂല, നമ്മളും നന്നാകും, നമ്മൾ കാരണം അവരും നന്നാകും. അതാ ഉണ്ടാകുക. പൊരുത്തപ്പെട്ടു കൊടുത്താൽ നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുത്തില്ലേ, അവർക്ക് നന്നാകാൻ ഒരു വഴിയാണ്. അവർക്ക് നമ്മൾ പൊരുത്തപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നമ്മളെ വൈകല്യങ്ങളൊക്കെ അല്ലാഹു അഫൂ ചെയ്തു തരാൻ. ജനം കണ്ടാൽ അറച്ചു തുപ്പുന്ന വഷളത്തരങ്ങൾ ഉണ്ടായിരുന്നു വ്യക്തി ജീവിതത്തില്, അതൊന്നുമില്ലാതെ മായ്ച്ചിട്ട് നമ്മുടെ ഡിക്ഷണറി ക്ലിയർ ആക്കി തരാൻ അല്ലാഹു തആല വെച്ചൊരു സബീലാണ് ആ മാപ്പ്. പരലോകത്തെത്തുമ്പോ നമ്മൾ ചോദിക്കും, പടച്ചോനെ എന്റെ വൈകല്യങ്ങൾ പലതും കാണാനില്ലല്ലോ, പലർക്കും നീ പുറത്തു കൊടുത്തില്ലേ, നിന്റെ ആ വൈകല്യങ്ങൾ മുഴുവനും ഞാൻ മായ്ച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറയും. എന്ത് കാരണം? ഈ വിട്ടുവീഴ്ച കാരണം. അതിനാണ് സബീൽ ഒരുങ്ങേണ്ടത്, അതിനാ മാർഗം ഒരുങ്ങേണ്ടത്. കുടുംബക്കാരോട് സ്വീകരിക്കേണ്ട നിലപാട്, ബന്ധങ്ങളോട് സ്വീകരിക്കേണ്ട നിലപാട് ഊർജിതപ്പെടുത്തേണ്ടത് അങ്ങനെയാണ്. അത്ഭുതപ്പെട്ടുപോയി മൂത്താപ്പ അങ്ങനെ പറഞ്ഞപ്പോ. 10-15 ലക്ഷം കിട്ടാനുണ്ട്. മക്കളും പേരമക്കളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. മൂത്താപ്പ പറഞ്ഞു നമ്മൾ കുറച്ചൊക്കെ ചോദിച്ചു കിടന്നു, അവർ തരൂല, തരാൻ അവരെ കൊണ്ട് സാമ്പത്തിക കഴിവില്ല. പിന്നെന്തിനാ വെറുതെ ആ കണക്കേറ്റ് വെച്ച് ഉത്തർക്കുന്നത്? ഞാനതാണ് പൊരുത്തപ്പെട്ടു കൊടുത്തു. ഇനി അതിന്റെ പേരിൽ ആരും ചോദിക്കാനും നിൽക്കണ്ട, പറയാനും നിൽക്കണ്ട. വല്ലതും എന്റെ ഭാഗത്തുനിന്ന് കിട്ടാനുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ചോദിച്ചാലതാ എന്റെ ഈ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വിറ്റ് കൊടുക്കാൻ വേണ്ടി ആ മക്കളെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ജീവിതത്തിൽ യാത്ര പോകേണ്ടത്. നമുക്കാരെങ്കിലും തരാനുണ്ട് എന്നുള്ള കണക്ക് വെച്ച് പോകുമ്പോ മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടാകുമല്ലോ നമ്മൾക്കറിയാത്ത കണക്ക്. പക്ഷെ മറ്റു പലരുടേതും നമ്മൾ പുറത്തു കൊടുക്കുമ്പോ നമ്മുടേത് അല്ലാഹു തആല പുറത്തു തരാൻ എളുപ്പാണ്. ചില വൈകല്യങ്ങളൊക്കെ കണ്ടാ കൂടെ കിടക്കുന്ന ആള് കൂടെ കിടക്കുവോ? നമ്മളെ സ്വഭാവ ദൂഷ്യം കണ്ടാ നമ്മളോട് സംസാരിക്കുന്നവർ സംസാരിക്കുവോ? നമ്മളെ സീക്രട്ടുകൾ ചിലത് കണ്ടാൽ കുടുംബം നമ്മളോട് സലാം പറയോ? ആ വൈകല്യങ്ങളൊക്കെ അല്ലാഹു മാപ്പാക്കി തരാൻ, നമ്മളെ അല്ലാഹു തആല സ്വീകരിക്കാൻ എളുപ്പ വഴിയാണ് മറ്റുള്ളവർ കൊടുക്കുന്ന മാപ്പ്.
ബന്ധത്തിന്റെ ഏറ്റവും വലിയ നിലനിൽക്കുന്നത് മാപ്പിന്റെ പേരിലാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എല്ലാ ബന്ധങ്ങളും ബന്ധങ്ങളായി നിലനിൽക്കാൻ ഊർജിതപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ശൈലി മാപ്പ് കൊടുക്കലാണ്. വിശുദ്ധ റമദാനല്ലേ വരുന്നത്. ബന്ധങ്ങളൊക്കെ നല്ല രൂപത്തിൽ സുദൃഢമാകണം. ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ കൊണ്ടുകൊടുക്കുന്ന ബന്ധങ്ങൾക്കല്ലല്ലോ പ്രധാനപ്പെട്ട ബന്ധം എന്ന് പറഞ്ഞത്. നിലനിർത്തിപ്പോകുന്ന ബന്ധങ്ങൾക്കാണ് വലിയ ബന്ധം എന്ന് പറഞ്ഞത്. ഒരു പെങ്ങളോടും ഒരു ഉമ്മാന്റെ സഹോദരിയോടും ഒരാളോടും പിണങ്ങിയിട്ട് നമ്മളെ അമലുകളൊന്നും കൂടുതൽ മുന്നോട്ട് പോയിട്ട് കാര്യമായിട്ടൊരു കാര്യമില്ല. ബന്ധങ്ങൾ അറ്റിട്ട് നമ്മുടെ ജീവിതം വഷളായിട്ട് കാര്യം കുറവാണ്. അറഫാ മൈതാനത്ത് വെച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കാത്തിരിക്കുന്ന നേരം അറഫയിലുള്ള ദുആനേക്കാളും ശ്രേഷ്ഠതയുള്ള ദുആ ഏതാ ഉള്ളത്? ഹജ്ജിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദുആ അറഫന്റെ ദുആയാണ്. അറഫയിൽ മുഅ്മിനീങ്ങൾ ഒലിപ്പിക്കുന്ന കണ്ണീര് കണ്ടിട്ടാണ് പിശാച് പൊട്ടിക്കരയാന്ന ഹദീസിലുള്ളത്. കാരണം അറഫയിലുള്ള കണ്ണീർ കണങ്ങൾക്ക് വൻദോഷങ്ങൾ വരെ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്, ചെറുദോഷങ്ങളല്ല. അറഫാ മൈതാനത്ത് വെച്ചുള്ള കണ്ണീരിന് അത്രയും വലിയ വിലയുണ്ട്. ജബലുർ റഹ്മയുടെ മുകളിൽ തങ്ങൾ ദ്വാരക്കാൻ വേണ്ടി ഇരുന്ന കല്ല് ഇന്നും അവിടെ ഉണ്ട്, ഇളകിയിട്ടില്ല. ആ കല്ലും പുറത്ത് ഇരിക്കാനാണ് ആളുകൾക്കൊക്കെ തിക്കും തിരക്കും ഉണ്ടാകുക. അവിടെ ദ്വാരക്കാൻ വേണ്ടി തങ്ങൾ സമയം കാത്തിരിക്കുമ്പോ മുന്നിൽ 100,000-ലധികം വരുന്ന സ്വഹാബത്ത്, പാരാവാരം കണക്കെ പരന്നിരിക്കുന്ന സ്വഹാബത്തിനോട് തങ്ങൾ ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാള് ബന്ധം വിച്ഛേദിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ, കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണം. കുടുംബ ബന്ധങ്ങളിലൊക്കെ കുടുംബ മീറ്റിങ്ങുകളിലൊക്കെ നമുക്ക് പറയാൻ പറ്റൂ ഈ ഹദീസ്. പക്ഷെ അങ്ങനെ തുടക്കത്തിൽ തന്നെ പറഞ്ഞാൽ കസേരയോട് പ്രസംഗിക്കേണ്ടി വരുമെന്നൊരു പേടി തോന്നുക എനിക്ക്. കുടുംബ ബന്ധങ്ങളിൽ ഏതെങ്കിലും ആളോട് വിള്ളൽ നിൽക്കുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണം എന്ന് സ്വഹാബത്തിനോട് തങ്ങൾ പറഞ്ഞു. ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കേൾക്കാതെ ആരെങ്കിലും ഇരിക്കോ? സദസ്സിൽ നിന്ന് ഒരാൾ മാത്രം എഴുന്നേറ്റുപോയി, ഒരു സ്വഹാബി. തങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ജഡുതിയിൽ നിർവഹിക്കുന്നവരാണ് സ്വഹാബിമാർ. അവർക്ക് കുടുംബം തടസ്സമല്ല, സമ്പത്ത് പ്രശ്നമല്ല, ആരോഗ്യം അവർ നോക്കൂല. തങ്ങളൊരു കാര്യം പറഞ്ഞോ, ഇദാ അമറഹും ബി അംരിൻ ഇബ്തദറു ഇലൈഹി. സ്വഹാബത്തിന്റെ സ്വഭാവം തങ്ങൾ വിശദീകരിച്ചു. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്നു. എന്തൊരു കാര്യം പറഞ്ഞാലും പെട്ടെന്ന് അത് നിർവഹിക്കും, അമാന്തിച്ചു നിൽക്കൂല, പെട്ടെന്ന് തന്നെ ചെയ്യും. കാരണം ഉത്തരവ് വരുന്നത് തങ്ങളെ ഉത്തരവാണ്. അത് വേറെ ആരും ഉത്തരവ് പോലല്ല അവർ കാണാം. അത്രയും പെട്ടെന്ന് ഒരു സ്വഹാബി മാത്രം എണീറ്റ് പോയി, വേറെ ആരും പോയില്ല. തങ്ങൾ ദ്വാരനില ദ്വാരക്കാൻ വേണ്ടി ഇങ്ങനെ സമയം കാത്തു നിന്നു. ആ സ്വഹാബി വരുന്നവരെ കാത്തു നിന്നു. അറഫാ മൈതാനത്തെ സ്വഹാബത്തൊക്കെ ഇരിക്കാണ്. തങ്ങൾ ജബലുർ റഹ്മയുടെ മുകളിലുണ്ട്, തായ് ഭാഗത്തൊക്കെ ആളുകളുണ്ട്. തങ്ങളെ ഹജ്ജിന് പോകാന്ന് കേട്ടിട്ട് യമനെന്നും ഷാമെന്നൊക്കെ സ്വഹാബത്ത് വാഹനം എടുത്ത് മക്കയിലേക്ക് എത്തിയിട്ടുണ്ട്. തങ്ങളെ കൂടെ ഒരു ഹജ്ജല്ലേ, അത്രമാത്രം ഷറഫാക്കപ്പെട്ടൊന്നും വേറല്ലല്ലോ. ഇക്കൊല്ല ഹജ്ജിന് ഉംറക്ക് ഉദ്ദേശിച്ച ആളുകളുണ്ട്. അള്ളാഹു തൗഫീഖ് ഏറ്റി കൊടുക്കട്ടെ, അസ്ബാബുകളൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. ആഫിയത്തുള്ള കാലത്ത് തന്നെ നമുക്കെല്ലാവർക്കും, നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മോട് ഉപദേശിച്ചവർക്കും ഒക്കെ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, ആ സ്വഹാബി ഇങ്ങനെ പതുക്കെ തിരിച്ചു വന്നു. സദസ്സിലേക്ക് എത്തിയപ്പോ തങ്ങൾ വിളിച്ചു, അടുത്തേക്ക് വിളിച്ചു. ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിലായിട്ട് ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. ഒരു സ്വഹാബി മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരും എണീറ്റ് പോയിട്ടില്ല. അടുത്തേക്ക് വരിക. അടുത്തേക്ക് വന്നപ്പോ തങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങൾ മാത്രം എന്തേ പോയത്? വേറെ ആരും പോയില്ലല്ലോ, ഈ ഇരിക്കുന്ന സ്വഹാബത്തിൽ ആരും എഴുന്നേറ്റില്ലല്ലോ, നിങ്ങൾ മാത്രാണല്ലോ എഴുന്നേറ്റത്. ആ സ്വഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉമ്മാന്റെ സഹോദരിയുടെ വീട് ഇവിടെ മിനയിലാണ്, അടുത്തന്നെയാണ്, കുറച്ചങ്ങോട്ട് നടക്കാനേ ഉള്ളൂ, മിനയിലാണ്. ഞാനും ഉമ്മാന്റെ സഹോദരിയും തമ്മിൽ ചെറിയൊരു കശപിശുണ്ടായിരുന്നു, ബന്ധത്തിനൊരു കുറവുണ്ടായിരുന്നു. തങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ആ ചിത്രമാണ്. അത് നന്നാക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ പെട്ടെന്ന് പോയത്. ഞാൻ ആ വീട്ടിൽ കയറുമ്പോ തന്നെ ഉമ്മാന്റെ സഹോദരി പറഞ്ഞു, ഇത് നിന്റെ പതിവല്ലല്ലോ, കുറെ ദിവസമായാലും ഇങ്ങോട്ട് വന്നിട്ട് ചെറിയ പ്രശ്നമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കല്ലേന്നോ, എന്താ ഇപ്പൊ ഒരു അസമയത്തുള്ള വരവ്? ഞാൻ പറഞ്ഞു, ഞാൻ അറഫാ മൈതാനത്ത് നിന്നാ വരുന്നത്, ദ്വാരക്കാൻ വേണ്ടി നിബിധങ്ങൾ സമയം കാത്തു കഴിയാണ്. ബന്ധം മുറിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോകണം. ബന്ധം മുറിച്ച ആൾക്കാർ വളരെ മോശപ്പെട്ടാലോ കേട്ടോ. 3 വട്ടം ഖുർആൻ പോലെ ലാനത്ത് ചെയ്തത്. എത്ര വട്ടം? 3 വട്ടം. ഖുർആൻ ശപിച്ച 3 വട്ടം ശപിച്ച കൂട്ടരാണ് ബന്ധവിച്ഛേദനം നടത്തിയവർ. ഞാൻ ആയത്തും തഫ്സീറും ഓതി നീട്ടി പറയാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. 3 വട്ടമുള്ള ലാനത്ത് ചെയ്ത കൂട്ടരാണ്. ഇത്ര മോശപ്പെട്ട ആൾക്കാർ വേറല്ല. മുറിച്ചേക്കേണ്ട റമദാനാ വരുന്നത്. വെറും നെവയത്തുകൊണ്ട് മാത്രം നോമ്പൊന്നും ക്ലിയർ ആകൂല, ഖൽബ് ക്ലിയർ ആക്കണം.
തറാവി കൊണ്ട് മാത്രം ഉത്തരം കിട്ടുമെന്ന് കരുതരുത്. ഖൽബ് ക്ലിയർ ആക്കി ബന്ധം റെഡിയാക്കണം. ദുആന്റെ സുവർണാവസരങ്ങൾ ഇന്ന് രാത്രിയൊക്കെ ദ്വാരക്കാൻ പോകല്ലേ, അക്ഷരം പ്രതി ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കാൻ ബന്ധം നന്നാക്കണം. ലൈലത്തുൽ ഖദറൊക്കെ അനുകൂലമായി കിട്ടണ്ടേ, ബന്ധം നന്നാക്കണം. നമ്മളോട് ഓരോരുത്തരോടാണ് വയല്. വയസ്സ് 90 എന്ന് കരുതിയിട്ടൊന്നും അല്ലാഹു തആല അഫ്വ ചെയ്യൂല. എല്ലാ താടിയും തൊപ്പറയും ഒക്കെ നരച്ചല്ലോ, ഇനി ഒന്ന് പൊരുത്തു കൊടുക്കല്ല. അയാളെ കൽബ് നരച്ചിട്ടില്ലല്ലോ, കൽബ് ഇപ്പോഴും യൗവന, കൽബ് ഇപ്പോഴും വികൃതി മാറിയിട്ടില്ല. ആ കൽബൊന്ന് ക്ലിയർ ആക്കണ്ടേ, എന്നാ പെട്ടെന്നല്ലേ അല്ലാഹു തആല സാധ്യമാക്കി തരുന്നത്. എല്ലാ ഹജ്ജും ഉണ്ട്, ഇത്തികാഫും ഉണ്ട്, നിസ്കാരം ഉണ്ട്, നോമ്പും ഉണ്ട്, തയമ്പും ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ബന്ധം വളരെ മോശം. എന്നാ ആള് മോശം തന്നെ, പറയാനൊന്നുമില്ല. കാര്യമായിട്ട് ബന്ധനായിക്കൂടാ ഒരു ബന്ധവും. അപാകത നമ്മളെ ഭാഗത്തു നിന്നാണെങ്കിലും മറുഭാഗത്തു നിന്നാണെങ്കിലും ഒന്ന് തിരുത്താനുള്ള മനസ്സ്, ആ മനസ്സിനാണ് ഏറ്റവും വലിയ നല്ല മനസ്ഥിതി. ആ സ്വഹാബിനോട് പറഞ്ഞപ്പോ, ഇത് പതിവുള്ള വരവല്ലല്ലോ, ഞാനിങ്ങനെ ദുആക്ക് തങ്ങൾ നിൽക്കുമ്പോ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞപ്പോ വന്നതാണ്, നിങ്ങൾ പൊരുത്തപ്പെട്ടിരണം. നബിയെ, ഞാൻ എന്റെ ഉമ്മാന്റെ സഹോദരിയെ കൈപിടിച്ചു. കൈപിടിച്ച ഒന്നുമുറിയോ? ഒന്നുമുറിയില്ല, ഒന്നുമുറിയാത്ത വന്നല്ലേ. കൈപിടിച്ചു, മാപ്പ് ചോദിച്ചു. മാപ്പ് എനിക്കവര് തന്നു, ഞാൻ അങ്ങോട്ടും മാപ്പ് കൊടുത്തു. എനിക്കവര് ദ്വാരം തന്നു, ഞാൻ അങ്ങോട്ടും ദ്വാരം കൊടുത്തു. സലാം പറഞ്ഞു പോന്നു. തങ്ങൾ അപ്പോഴാണൊന്ന് ചിരിച്ചത്, സന്തോഷത്തിന്റെ ഒരു ചിരി. ഈ ദുൽഹിജ്ജ കഴിഞ്ഞാൽ മുഹറം, സഫർ, റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ തങ്ങൾ ലോകത്തിന് സമർപ്പിക്കാനിരിക്കുന്ന ബറ്റാലിയനാണ് മുന്നിലിരിക്കുന്ന ഈ സഖാക്കളായ സ്വഹാബിമാർ, ശിഷ്യഗണങ്ങൾ. ഒരാൾ പോലും ഒരു ബന്ധത്തിനും കുറവുള്ളവരാകരുത്. എല്ലാവരും 100% ബന്ധത്തിൽ മികവുള്ള ആളുകളാകണം, ലോകത്തെ നയിക്കുന്ന നായകന്മാർ. അതിനാ തങ്ങൾ ഈ ഭാഗം പൂരിപ്പിക്കുന്നത്. ഒന്നുകൂടി ചേർക്കാനുണ്ടായിരുന്നു, അതാണ് ഈ പൂരിപ്പിച്ചത്. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഏതായാലും പോയി പൊരുത്തപ്പെടിച്ചു വന്നല്ലോ, എല്ലാരോടും കൂടി ഒരു കാര്യം പറയട്ടെ. അലാ ഇന്ന മലായികത്തർ റഹ്മ, ഇന്ന മലായികത്തർ റഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ, ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹ്മ, ഒരു ബന്ധം മുറിച്ച ആളുള്ള സദസ്സില് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കിറങ്ങൂല. ഒറ്റ ആള് മതി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഏത് സദസ്സ് സംഘടിപ്പിച്ചാലും ആദ്യം ചെയ്യുന്ന അനൗൺസ്മെന്റ് എന്താണെന്നറിയോ? നിസ്കരിക്കാത്തോ എണീറ്റ് പോകണമെന്നല്ല, ബന്ധം മുറിച്ചോണ്ടെങ്കിൽ എണീറ്റ് പോകണമെന്നാണ്. ഇബ്നു ഉമർ തങ്ങൾ ഏത് സദസ്സ് സംഘടിപ്പിച്ചാലും എത്ര ആള് വാഴേക്കാൻ വന്നാലും ആദ്യം പറഞ്ഞ ഉപദേശതാ, ബന്ധം മുറിച്ചോലുണ്ടെങ്കിൽ പതുക്കെ എണീറ്റ് പോകണട്ടോ. അവിടെ ദ്വാരനാലൊക്കെ വെറുതെയാണ്, നമ്മളാ കൊല്ലി കേടാകാതല്ല, കാര്യമായിട്ടൊന്നും കിട്ടൂല. റഹ്മത്തിന്റെ മലക്കൾ തന്നെ ഇറങ്ങാൻ സാധ്യതല്ല. അത്രയും മോശപ്പെട്ട സദസ്സാണ്. ഒരാളുണ്ടായാൽ മതി ബന്ധവിച്ഛേദി. നമ്മളെ ജുമയും ജമാഅത്തൊക്കെ ക്ലിയർ ആണോ? എല്ലാവരും റെഡിയാണോ? നഷ്ടമായി തോന്നുന്നുണ്ടോ? പടച്ചോനെ, മറ്റാളുണ്ടായിരുന്നല്ലോ, ഇയാളുണ്ടായിരുന്നല്ലോ, അയാളുണ്ടായിരുന്നല്ലോ, ആരും ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ചിത്രം. റഹ്മത്തിന്റെ മലക്കിറങ്ങൂല. ഇന്ന മലായികത്തി റഹ്മ ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹിം. ബന്ധവിച്ഛേദി ഒരു മെമ്പർ ഉള്ള സദസ്സില്, ഒറ്റ ആളുള്ള സദസ്സില് റഹ്മത്തിന്റെ മലക്കിറങ്ങൂലാന്ന് അറഫാ മൈതാനത്ത് വെച്ച് ആ സ്വഹാബി പറഞ്ഞപ്പോ സദസ്യരോട്, ലോകത്തോട് തങ്ങൾ പറഞ്ഞു, നമ്മൾ മാനിക്കേണ്ട മാനം അതാണ്. ബന്ധങ്ങൾ സുദൃഢമായി നിലനിർത്തണം. ആയുസ് അല്ലാഹു തആല കൂട്ടിത്തരും. റിസ്ഖിൽ അല്ലാഹു തആല വിശാലത തരും. റിസ്ഖിൽ വിശാലത ഉണ്ടാകാനല്ലേ യാസീനൊക്കെ ഓതുന്നത്? ഇന്ന് ബറാത്തിരാവല്ലേ, അതിനേക്കാളും വിശാലത കിട്ടും, ആയുസ് നീട്ടിക്കിട്ടും. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കാണാൻ വേണ്ടി അസ്രായിൽ വന്നപ്പോ വിസിറ്റിന് വന്നതാണ്, റൂഹ് പിടിക്കാനല്ല. അസ്രായിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ പോയപ്പോ അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു, ദാവൂദ് നബിയെ, ആ പോകുന്ന ആളില്ലേ, അയാൾക്ക് 6 ദിവസം കൂടിയ ദുന്യാവിൽ ആയുസ് ബാക്കിയുള്ളൂ. മുപ്പരത്തെ ചിത്രം ഉണ്ടല്ലോ, അതിന്റെ എല്ലാ കാറ്റലോഗും ഉണ്ടല്ലോ, ആരെ പിടിക്കണം, ഏത് സമയത്ത് പിടിക്കണം. അസ്രായിൽ പറഞ്ഞു, ആ പോണ ആൾക്ക് 6 ദിവസം കൂടിയ ദുന്യാവിലുള്ളൂ. ദാവൂദ് നബി അലൈഹിസ്സലാം 2, 3, 4 കൊല്ലം കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ കണ്ടപ്പോ ദാവൂദ് നബി ചിന്തിച്ചു, പടച്ചോനെ, ഇയാളെ പറ്റിയല്ലേ എന്ന് 6 ദിവസം ഉള്ളൂ എന്ന് പറഞ്ഞ്, ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടല്ലോ, മരിച്ചിട്ട് പിന്നെയും ജീവിച്ചോ? അസ്രായിൽ അലൈഹിസ്സലാം പിന്നൊരിക്കൽ വന്നപ്പോ ചോദിച്ചാൽ, നിങ്ങൾ 6 ദിവസം ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഹയാത്തിലുണ്ടല്ലോ, അത് നിങ്ങൾ കേൾക്കണോ? നേരെ പിറ്റേന്ന് അയാൾ ചേർക്കപ്പെടാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു, മുറിഞ്ഞു കിടക്കുന്ന ഒരു ബന്ധം. ആ ബന്ധം ചേർത്തിട്ട് ബന്ധം ഉഷാറായപ്പോ അല്ലാഹു തആല ഒരു 20 കൊല്ലത്തെ ആയുസ്സും കൂടി നീട്ടിക്കൊടുത്തിട്ടുണ്ട്. 1 കൊല്ലല്ല, 20 കൊല്ലത്തെ ആയുസ് കൂടി അല്ലാഹു തആല നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കൊല്ലം കൂടി കഴിഞ്ഞിട്ട് ആള് മരിക്കുള്ളൂ. ആയുസ് നീളാനൊക്കെ എന്തും ചെയ്യൂല, നമ്മൾ എന്തും ചെയ്യും. നിങ്ങൾ ഏതെങ്കിലും ചികിത്സക്കാരത്ത് പോയൊക്കെ നിങ്ങൾക്ക് ആയുസ് 25 കൊല്ലം നീട്ടിക്കിട്ടും. ഒരു 10,000 രൂപ സംഭാവന എന്ന് പറഞ്ഞാൽ എണ്ണി കൊടുക്കൂല അവിടെ, ഒരു മിനിറ്റ് താമസിക്കാതെ.
ഒരു ചെലവുമില്ല, ഒറ്റ കാര്യമുള്ളൂ, സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കുന്നത് ദുന്യാവിലും ആഖിറത്തിലും സമൃദ്ധി ലഭിക്കുന്ന കാര്യമാണ്. അർശിന്റെ തണൽ കൊള്ളുന്ന 77 വിഭാഗങ്ങളിൽ എണ്ണപ്പെട്ടൊരു വിഭാഗമാണ് വാസിലുർ റഹിം. കുടുംബബന്ധം ചേർത്ത ആൾക്ക് അർശിന്റെ തണലുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബബന്ധം മാത്രമല്ല കേട്ടോ ആ ആയത്തിൽ എണ്ണിയത്, വൽ യതാമ, അനാഥകൾ, വൽ മസാക്കീൻ, മിസ്കീന്മാർ, വൽ ജാരിദിൽ ഖുർബ, വിശദമായി പറയാൻ നേരല്ല, അടുത്ത അയൽവാസികൾ, വൽ ജാരിൽ ജുനുബി, അകന്ന അയൽവാസികൾ. രണ്ടുമുണ്ട്, 2 തരത്തിൽ അയൽവാസികളുണ്ട്. അടുത്ത അയൽവാസികൾ എന്ന് പറഞ്ഞാൽ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് 40 വീട്, അതാണ് അടുത്ത അയൽവാസികൾ. അതിന്റെ അപ്പുറമുള്ളത് അകന്ന അയൽവാസികൾ. വസ്വാഹിബി ബിൽ ജംബ്, കൂട്ടത്തിൽ ഒപ്പം പഠിച്ച ആള്, ഒപ്പം തൊഴിലെടുത്ത ആള്, ഒപ്പം യാത്ര ചെയ്ത ആള്, ഒപ്പം ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ ഇങ്ങനെ സാഹസിച്ച് ബന്ധം പുലർത്തി, ഏതെങ്കിലും ഒരു നിലക്ക് ബന്ധം വന്ന ആള് സ്വാഹിബി ബിൽ ജംബ്. വബിനി സബീൽ, കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാര്, വമാ മലക്കത്ത് ഐമാനുക്കും, കീഴിലുള്ള തൊഴിലാളികൾ, ജീവനക്കാര്, ബാക്കിയുള്ള ആൾക്കാര്, ഇവർക്കൊക്കെ സേവനം ചെയ്യണം, ഇവർക്കൊക്കെ ഗുണം ചെയ്യണം. അപ്പോഴേ ഇബാദത്ത് താമാകുള്ളൂ, പൂർണ്ണാകുള്ളൂ, നമ്മളെ ബന്ധമായി നിലനിൽക്കുകയുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ സദസ്സ് അല്ലാഹു തആല ഖബൂലാക്കി തരട്ടെ.